നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് മൂവ് ചെയ്യാം. അതായത് നമ്മൾ ഇന്നലെ എടുത്തു വെച്ച ക്ലസ്റ്ററിംഗ് ആയിരുന്നു. അപ്പൊ ക്ലസ്റ്ററിങ്ങിന്റെ കേൾക്കാൻ പറ്റുന്നുണ്ടോ കൃതിക? കേൾക്കാം മിസ്. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലസ്റ്ററിംഗ് എന്നാണ് നമ്മൾ ഇന്നലെ എടുത്തുകൊണ്ടിരുന്നത്. അതിനകത്ത് കെ മീൻസ് അല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ബാക്കി കെ മെഡോയിഡ് ആണ് ഇന്ന് നമുക്ക് എടുക്കാനുള്ളത്. ഇതിപ്പോ നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. 11ാമത്തെ ചാപ്റ്ററിന്റെ ബാക്കി 12ാം ചാപ്റ്റർ നമ്മുടെ ടോപ്പിക് ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ കെ മെഡോയിഡ് എന്താന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളിപ്പോ ടെക്സ്റ്റിനകത്തെ ഫിഗറുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേ. ടെക്സ്റ്റിനകത്തെ ഒരു ഗ്രാഫിൽ അവിടെ ഇവിടെയും കുറച്ച് ഡോട്ടും സർക്കിളും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് അല്ലെ, അതെല്ലാം ഓരോ ഡേറ്റ പോയിന്റുകളാണ്. ഡേറ്റ ഇങ്ങനെ ക്ലസ്റ്റർ ആയിട്ട് കിടക്കുന്നതാണ്. ആ ക്ലസ്റ്ററിൽ നമ്മൾ സിമിലർ ആയിട്ടുള്ള ഡേറ്റ എല്ലാം ഒരിടത്ത് കൊണ്ടുവന്ന് വെക്കുന്നു, ഡിസിമിലർ ആയിട്ടുള്ളതിനെല്ലാം വേറൊരിടത്ത് കൊണ്ട് പ്ലേസ് ചെയ്യുന്നു. അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്കിനി കെ മെഡോയിഡ്. ഇറ്റ്സ് സിമിലർ ടു ദി കെ മീൻസ് ക്ലസ്റ്ററിംഗ് പ്രോബ്ലം ഇൻ ദാറ്റ് ഇറ്റ് യൂസസ് കെ മെഡോയിഡ്. അതായത് ഇത് കെ മെഡോയിഡ് ഉപയോഗിക്കുന്ന കെ മീൻസ് ക്ലസ്റ്ററിംഗിന്റെ പ്രോബ്ലം അതിന് സിമിലർ ആണ് ഈ കെ മെഡോയിഡ്. അതായത് മെഡോയിഡ് എന്ന് പറഞ്ഞാല് എന്തായിരിക്കും? ഒരു ഡേറ്റാ സെറ്റിനുള്ളില് ക്ലസ്റ്ററുകളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് മെഡോയിഡ്. അപ്പൊ ഡേറ്റാ സെറ്റ് എന്ന് പറയാൻ നമുക്ക് അറിയാം, കുറെ ഡേറ്റാസ് കാണും. അവിടെ ക്ലസ്റ്റർ ആയിട്ടായിരിക്കും ഡേറ്റ കിടക്കുന്നത്. അവിടെ നമ്മള് അവിടെ നമ്മള് ക്ലസ്റ്ററുകളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളെയാണ് ഈ മെഡോയിഡ് എന്ന് പറയുന്നത്. ഇത് പാം അൽഗോരിതം വാസ് ഡെവലപ്ഡ് ബൈ ലിയോനാർഡും അതുപോലെ പീറ്റർ ജെയും കൂടെ ആണ്. ഈ ഒരു പാം അൽഗോരിതമാണ് ആദ്യമേ ഡെവലപ്പ് ചെയ്തത്. എന്നിട്ട് അതിന് പേര് മാറ്റിയതാണ് കെ മീൻസ് ആൻഡ് കെ മെഡോയിഡ്. ടു പാർട്ടീഷണൽ അൽഗോരിതം. അതായത് ഇത് രണ്ടും ഒരു പാർട്ടീഷണൽ അൽഗോരിതമാണ്. എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്? റെഡ്യൂസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്ലസ്റ്റർ പോയിന്റ്സ് ആൻഡ് സെൻട്രൽ പോയിന്റ് ഓഫ് എ ക്ലസ്റ്റർ. ഒരു ക്ലസ്റ്ററിന്റെ ക്ലസ്റ്റർ പോയിന്റുകളും സെൻട്രൽ പോയിന്റുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് അൽഗോരിതംസ് ആണ് കെ മെഡോയിഡും കെ മീൻസും. കെ മെഡോയിഡ് ആണ് നമ്മൾ ഇനി ഇവിടെ പഠിക്കാൻ പോകുന്നത്. യൂസിംഗ് ദിസ് മെത്തേഡ് ആക്ച്വൽ ഡേറ്റ പോയിന്റ് ആർ സെലക്ടഡ് അറ്റ് ദി ക്ലസ്റ്റർ സെന്റേഴ്സ്. മെഡോയിഡ്സ് ആർ എക്സാമ്പിൾസ് ആസ് ഓപ്പോസിറ്റ് ടു യൂസിംഗ് കെ മീൻസ് അൽഗോരിതം. It does not require the cluster center to be an input data point. അതായത് ഈ രീതി ഉപയോഗിച്ചപ്പോൾ നമ്മൾക്ക് ക്ലസ്റ്റർ സെന്ററിനെ ഒരു ഇൻപുട്ട് ഡാറ്റ സെന്റർ ആക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ഡാറ്റ പോയിന്റുകൾ ക്ലസ്റ്ററുകൾക്കുള്ളിൽ ക്ലസ്റ്റർ സെന്ററുകളായിട്ട് അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് പിന്നെയും ഇതിനെ ഇങ്ങനെ ഡാറ്റ പോയിന്റ്സ് ആയിട്ട് ഡാറ്റ സെന്ററുകളായിട്ട് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. As a result, unlike with the K-means, the dissimilarity matrices used with the K-medoids are not restricted to Euclidean distance. അതായത് കെ മെഡോയിഡ് യൂക്ലിഡിയൻ ഡിസ്റ്റൻസിൽ റെസ്ട്രിക്ട് ചെയ്ത് വെച്ചിട്ടില്ലെന്ന്. അപ്പൊ നമുക്ക് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ളിടത്ത് ഈ കെ മെഡോയിഡ് റെസ്ട്രിക്ട് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. ഇൻസ്റ്റഡ് than minimizing the sum of squared Euclidean distance, K മെഡോയിഡ് minimize the pairwise dissimilarities as opposed to the total. എന്ന് പറഞ്ഞാൽ കെ മെഡോയിഡ് എന്ത് ചെയ്യും? അതായത് സ്ക്വയേർഡ് യൂക്ലിഡിയൻ ഡിസ്റ്റൻസിന്റെ ആകെത്തുക കുറയ്ക്കുന്നതിന് പകരം കെ മെഡോയിഡ് മൊത്തത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പെയർവൈസ് ഡിസിമിലാരിറ്റീസ് ആയിരിക്കും കുറയ്ക്കുന്നത്. ഇതൊക്കെ അപ്പൊ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? മൊത്തത്തിലുള്ള ആ ക്ലസ്റ്ററിന്റെ ഡിസ്റ്റൻസ് നോക്കിക്കൊണ്ട് അതിൽ നിന്ന് ആ ഒരു വലിയൊരു എമൗണ്ട് അല്ലെ വലിയൊരു ഡാറ്റ സെറ്റിനെ അത് കുറച്ച് വെക്കുമായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഇവിടെ കെ മെഡോയിഡ് അങ്ങനെ അല്ലെന്നാ പറയുന്നത്. മൊത്തത്തിൽ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഡാറ്റ കാണുമല്ലോ, അതിനെ പെയർവൈസ് ഡിസിമിലാരിറ്റി ആക്കി കുറച്ച് വെക്കുകയാണ് കെ മെഡോയിഡ് ചെയ്യുന്നത്. അതായത് കെ മെഡോയിഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഡാറ്റ പോയിന്റുകളും അവയുടെ ഏറ്റവും അടുത്തുള്ള മെഡോയിഡും തമ്മിലുള്ള ഡിസിമിലാരിറ്റീസ് കുറയ്ക്കണം ഡാറ്റ പോയിന്റ്. എന്നിട്ട് ഡിഫറെന്റ് ക്ലസ്റ്ററുകളായിട്ട് ഡേറ്റയെ പാർട്ടീഷൻ ചെയ്യുന്ന ഒരു അൽഗോരിതമായത്. ഡിഫറെന്റ് ക്ലസ്റ്ററുകളായിട്ട് അതായത് ഒരു ഡേറ്റാ സെറ്റ് എടുത്താൽ അതിന് പലതരത്തിൽ പല പല ക്ലസ്റ്ററുകൾ കാണും, കൂട്ടങ്ങൾ കാണും. എന്നിട്ട് അവയെല്ലാം കൂടെ പാർട്ടീഷൻ ചെയ്യാൻ എടുക്കുന്ന ഒരു അൽഗോരിതമാണ് കെ മെഡോയിഡ്. അതായത് ഒരു സെറ്റിന്റെ മെഡോയിഡ് ആ സെറ്റിന്റെ മെമ്പറാണ്. അപ്പൊ സെറ്റിലെ മറ്റു മെമ്പറുകളും ആയിട്ടുള്ള വ്യത്യാസം ഏറ്റവും ചെറുതായിട്ട് തന്നെ നിലനിൽക്കും. അതായത് ഓരോ സെറ്റിലും ഓരോ മെമ്പർ കാണും. അതായത് അവിടെ കുറെ ഒബ്ജക്റ്റുകൾ കാണത്തില്ലേ,
അപ്പൊ അവയെ എങ്ങനെയാണ് ക്ലസ്റ്റർ ചെയ്യുന്നതിനെ കുറിച്ചാണ് കെ മെഡോയിഡ് പറയുന്നത്. കെ മെഡോയിഡ് അൽഗോരിതത്തിനെ കുറിച്ച് അവിടെ അത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ നമുക്കിപ്പം യൂസ് ചെയ്യാൻ പറ്റുന്നത് ഹെറാർക്കിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അതായത് ക്ലസ്റ്റേഴ്സ്, മെഡോയിഡ് ഒബ്ജക്ട്സ് ആർ ദോസ് വി ഹാവ് ആൻ ആവറേജ് ഡിസിമിലാരിറ്റി ടു ഓൾ അതർ ഐറ്റംസ് ഇൻ ദി ക്ലസ്റ്റർ ഓഫ് വൺ ഓർ ലെസ്. അപ്പൊ അവിടെ ഹെറാർക്കിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഹൈറാർക്കിക്കലി ക്ലസ്റ്റർ ഉണ്ടാക്കുക. ഹൈറാർക്കി നമുക്കറിയാം, ഒന്നെങ്കിൽ അവിടെ ടോപ്പ് ഡൗൺ അപ്രോച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെ ബോട്ടം ഡൗൺ അപ്രോച്ച് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് വെച്ചുകൊണ്ട് നമുക്ക് എന്താ ഹൈറാർക്കിക്കൽ ക്ലസ്റ്റർ ഉണ്ടാക്കാൻ പറ്റും. അതായത് അവിടെ നമുക്ക് അങ്ങനെയാണെങ്കിൽ അപ്രോച്ചസ് രണ്ട് ഡിഫറെന്റ് കാറ്റഗറി പറയുന്നുണ്ട്. അഗ്ലോമെറേറ്റീവ് അപ്രോച്ച് ആൻഡ് ഡിവിസീവ് അപ്രോച്ച്. അത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അഗ്ലോമെറേറ്റീവ് അപ്രോച്ചും ഡിവിസീവ് അപ്രോച്ചുമാണ് ഹൈറാർക്കിക്കൽ മോഡലായിട്ട് യൂസ് ചെയ്യുന്നത്. അഗ്ലോമെറേറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാല് ബോട്ടം അപ്പ് അപ്രോച്ച് ഈസ് അനദർ ടേം ഫോർ ദിസ് സ്ട്രാറ്റജി. അതായത് ബോട്ടം അപ്പ് അപ്രോച്ച് ആയിരിക്കും, അതായത് ബോട്ടത്തിൽ നിന്നായിരിക്കും അത് തുടങ്ങുന്നത്. At the outset, all the teams are divided up. When all the groups have been merged, all criterion for termination has been satisfied, the process continues merging them. അതായത് ബോട്ടത്തിൽ വെച്ച് ഡേറ്റയെ സെപ്പറേറ്റ് ചെയ്ത് ഗ്രൂപ്പ് ആകും എന്ന് പറഞ്ഞാൽ ഓരോ ക്ലസ്റ്ററിൽ നിന്ന് തുടങ്ങിയിട്ട് ഒരു ക്ലസ്റ്ററിൽ നിന്ന് അങ്ങ് തുടങ്ങുന്നു. ആ ക്ലസ്റ്ററിനെ അവിടെ പെയർ ആക്കുക. അതായത് ഏകദേശം അടുത്ത് വരുന്ന ഡേറ്റയെ അവിടെ പെയർ ആക്കി വെക്കുന്നു. എന്നിട്ട് അവയെ മെർജ് ചെയ്തിട്ട് വൺ മൂവ്സ് അപ് ടു ദി ഹൈറാർക്കി. എന്നിട്ട് അതിനെ ഒരു ഹൈറാർക്കി ആയിട്ട് പോകും. അതായത് ബോട്ടത്തിൽ നിന്ന് തുടങ്ങുന്നു. അതായത് നമുക്ക് ട്രീ തിരിച്ചിടുന്ന പോലെ. ട്രീ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നലെ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രീ എന്ന് പറയുന്നത് റൂട്ട് അല്ലേ ആദ്യം പറയുന്നത്. എന്നിട്ട് പിന്നെ അതിന്റെ ആട്രിബ്യൂട്ട്സുകൾ ലീഫായിട്ട് പോകുന്നത്. ഇതങ്ങനെയല്ല, ലീഫ് ആദ്യമേ എടുക്കുന്നു, എന്നിട്ട് അതിനെ പെയർ ചെയ്ത് ഒരു ഗ്രൂപ്പ് ആക്കുന്നു. അങ്ങനെ അപ്പിലായിട്ട് പോകുന്നു. അതായത് ഡിസിമിലാരിറ്റീസ് കണ്ടുപിടിച്ചിട്ട് ഒരു ക്ലസ്റ്ററിൽ നിന്ന് സിമിലാരിറ്റീസ് കണ്ടുപിടിച്ചിട്ട് അതിനെ ഗ്രൂപ്പ് ചെയ്യും. എന്നിട്ട് മാക്സിമം ക്ലസ്റ്റേഴ്സിന്റെ എണ്ണം കുറച്ചിട്ട് മെർജ് ചെയ്യുക ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അഗ്ലോമെറേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് ബോട്ടത്തിൽ വെച്ച് ബോട്ടം അപ്പ് അപ്രോച്ച് ആണ് അതിന് പറയുന്നത് വേറൊരു പേര്. There are two methods for improving the quality of hierarchical clustering in the data mining. രണ്ട് മെത്തേഡ്സ് എന്തൊക്കെയാന്ന് പറയുന്നത്. അറ്റ് ഈച്ച് ലെവൽ ഓഫ് ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് ദി ഒബ്ജക്ട്സ് ലിങ്ക് ഷുഡ് ബി thoroughly examined. അതായത് ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗിന്റെ ഓരോ ലെവലും ഒബ്ജക്റ്റിന്റെ ലിങ്കുകൾ പരിശോധിക്കണം. ഓരോ ലെവലിലും കയറുമ്പോൾ ഒബ്ജക്റ്റുകളുടെ ലിങ്കുകൾ പരിശോധിച്ച് വേണം ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് ചെയ്യാനെന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഫോർ ദി ഇന്റഗ്രേഷൻ ഓഫ് ഹൈറാർക്കിക്കൽ അഗ്ലോമറേഷൻ വൺ ക്യാൻ യൂട്ടിലൈസ് എ ഹൈറാർക്കിക്കൽ അഗ്ലോമറേറ്റീവ് അൽഗോരിതം. അതായത് നമുക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ ഹൈറാർക്കിക്കൽ അഗ്ലോമറേറ്റീവ് അൽഗോരിതംസ് യൂസ് ചെയ്യാം. ആസ് എ പാർട്ട് ഓഫ് ദിസ് മെത്തേഡ് മൈക്രോ ക്ലസ്റ്റേഴ്സ് ആർ ഫോംഡ് ഫസ്റ്റ്. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മൈക്രോ ക്ലസ്റ്റേഴ്സ് ആയിരിക്കും ആദ്യമേ ഫോം ചെയ്യുന്നത്. ചെറിയ ചെറിയ ക്ലസ്റ്റേഴ്സ് ആയിരിക്കും ആദ്യമേ ഫോം ചെയ്യുന്നത്. വെൻ ഡേറ്റ ഒബ്ജക്ട്സ് ആർ മൈക്രോ ക്ലസ്റ്റേഴ്സ് ദേ ആർ സബ്ജക്ട് ടു മാക്രോ ക്ലസ്റ്ററിംഗ്. അതായത് ഡേറ്റ ഒബ്ജക്റ്റുകൾ മൈക്രോ ക്ലസ്റ്ററുകൾ ആകുമ്പോൾ അവ മാക്രോ ക്ലസ്റ്ററുകൾക്ക് വിധേയമായെന്ന് നമുക്ക് മനസ്സിലാകും. അതായത് മൈക്രോ ക്ലസ്റ്ററുകൾക്ക് വിധേയമാകുമ്പോൾ നമുക്കത് മാക്രോ ക്ലസ്റ്ററുകളായെന്ന് നമുക്ക് അതിന് വിധേയമായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഒരു മെത്തേഡ് ഹൈറാർക്കിക്കൽ മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയാം അഗ്ലോമെറേറ്റീവ് അപ്രോച്ച്, ദാറ്റ് ഈസ് ബോട്ടം അപ്പ് അപ്രോച്ച്. അതായത് ഒരു ഡേറ്റാ സെറ്റിൽ നിന്നും ഏകദേശം സിമിലർ ആയിട്ടുള്ളവയെ കണ്ടുപിടിച്ച് വെച്ചിട്ട് അതിനെ മെർജ് ചെയ്ത് മൂവ്സ് അപ്പ്, അതായത് ബോട്ടം അപ്പ് മുകളിലോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു പ്രോസസ്സാണ് അഗ്ലോമെറേറ്റീവ് അപ്രോച്ച്. ഇനി വേറെ നമ്മുടെ ഡിവിസീവ് അപ്രോച്ച്. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരു സെയിം ക്ലസ്റ്ററിൽ ഡേറ്റ വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു സെയിം ക്ലസ്റ്റർ, എന്നിട്ട് അവയെ വീണ്ടും നമ്മൾ അതിനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഒരു ഗ്രൂപ്പ് ആക്കി വെക്കാം. അതിനെ എങ്ങനെ അനലൈസ് ചെയ്ത് നമുക്ക് നോക്കാം. അതായത് ഇത് ഡിവിസീവ് ടെക്നിക്ക് വി വർക്ക് your way down rather than starting at the top. All the data items are initially maintained in a single cluster in this method. അതായത് ഞാനിപ്പോ പറയാം, എക്സാമ്പിൾ ആയിട്ടാണെങ്കിൽ നമ്മളിപ്പം കാറ് അല്ലെ, കാർ എന്നൊരു ഗ്രൂപ്പ് അങ്ങനെ നമ്മൾ ടോപ്പ് ഡൗണിൽ വെച്ചിരിക്കുക. ഒരു സെയിം ക്ലസ്റ്റർ ഡേറ്റ വെച്ചിട്ടുണ്ട് കാറ്. ആ കാറിനെ തന്നെ നമ്മൾ വീണ്ടും അനലൈസ് ചെയ്യുക. അതായത് നമ്മളിപ്പോ കാർ എടുത്ത് നമുക്കറിയാം ഓട്ടോമാറ്റിക് കാറും ഉണ്ട്, നോർമലും ഉണ്ട്, ഗിയർ ഇട്ട് ഓടിക്കാത്ത കാറും ഉണ്ട്, ഓട്ടോമാറ്റിക് കാറും ഉണ്ട്. അപ്പം അത് ഏതാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത്. കാർ എന്ന് പറയുന്ന വെഹിക്കിൾ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരും. പക്ഷെ അതിനകത്ത് കാർ മാത്രം എടുത്ത കാറിനെ പിന്നെയും സ്പ്ലിറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് അതാണ് ഡിവിസീവ് അപ്രോച്ച്. ടോപ്പിൽ ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്, എന്നിട്ട് വീണ്ടും നമ്മൾ അതിനെ അനലൈസ് ചെയ്തു. അപ്പോൾ നമുക്കൊരു ഗ്രൂപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ ഒരു സ്മോൾ ഗ്രൂപ്പിലേക്ക് ടോപ്പ് ഡൗൺ അപ്രോച്ച് പോലെ ക്ലസ്റ്റർ കൊണ്ടുവരാൻ പറ്റും. എക്സാമ്പിൾ നോക്കിയാൽ മതി. ഇപ്പൊ
കാർ എടുത്തിട്ട് കാർ ഓട്ടോമാറ്റിക് ആണോ അതോ നോർമൽ ആണോ? അപ്പം ഓട്ടോമാറ്റിക് നമ്മൾ കാറിന് ഒരു സർക്കിൾ വരട്ടി വെച്ചിട്ട് രണ്ട് ബ്രാഞ്ച് പോലെ വരച്ചു, ദെൻ ഓട്ടോമാറ്റിക്, നോർമൽ, ദെൻ അങ്ങനെ നമുക്ക് ടോപ്പ് ഡൗൺ മുകളിൽ നിന്നും അനലൈസ് വരുന്ന അപ്രോച്ചസ് ആണ് ഡിവിസീവ് അപ്രോച്ചസ് എന്ന് പറയുന്നത്. കീ ഇഷ്യൂസ് ഓഫ് ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ്. ഈ ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് നടക്കുന്നതിന്റെ കീ ഇഷ്യൂസ് എന്താണ്? അതായത് നമുക്കത് കീ ഇഷ്യൂസ് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒരു ഐട്രേഷൻ വേണ്ടി വരുത്തണം. അതായത് നമുക്ക് നോക്കാം, ലാക്ക് ഓഫ് എ ഗ്ലോബൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അതായത് ഗ്ലോബൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് കുറവ് ഇതിന്റെ ഒരു കീ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. അതായത് ഗ്ലോബൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പൊ നമ്മൾ ഒരു ക്ലസ്റ്റർ എടുത്ത് അതിന്റെ സം കുറയ്ക്കണം. അതാണ് ഗ്ലോബൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കൊണ്ട് ചെയ്യുന്നത്. ഒരു ക്ലസ്റ്റർ എടുത്താൽ, അതായത് സ്കോറുകൾക്കുള്ളിൽ നമ്മളൊരു ക്ലസ്റ്റർ എടുത്താൽ അതിനകത്തെ സമ്മ് കുറയ്ക്കണം. അതായത് ക്ലസ്റ്ററുകളുടെ എണ്ണം കുറച്ച് കൊണ്ടുവരണം. അപ്പൊ അതാണ് ഗ്ലോബൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അത് കുറവാണ് ഇവിടെ. K-means algorithm has a global objective function, but agglomerative hierarchical clustering approaches cluster on a local level. K-means at the global objective function കൂടുതലുണ്ട്, but agglomerative approaches എന്താണ് ലാക്ക് ഓഫ് ഗ്ലോബൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കുറവായിരിക്കും. As a result, this technique has a distinct advantage over global functions in terms of cost and complexity. അതുകൊണ്ട് അതിന് അഡ്വാൻറ്റേജ് എങ്ങനെയായിരിക്കും? അത് കുറവായിരിക്കും. ലാക്ക് ഓഫ് ഗ്ലോബൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗിൽ കുറവായിരിക്കും. പിന്നെ എബിലിറ്റി ടു ഹാൻഡിൽ ഡിഫറെന്റ് ക്ലസ്റ്റർ സൈസ്. ടു ഡീൽ വിത്ത് മെർജ്ഡ് ക്ലസ്റ്റേഴ്സ് ഓഫ് വേരിയസ് സൈസ് വി നീഡ് എ സൊല്യൂഷൻ. അതായത് നമുക്ക് പലതരത്തിലുള്ള ക്ലസ്റ്ററുകളെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും ഏത് ഹൈറാർക്കിക്കലില്. അപ്പൊ അതിന് നമ്മൾ ഒരു സൊല്യൂഷൻ പിന്നെയും കണ്ടെത്തേണ്ടി വരും. പിന്നെ മെർജിംഗ് ഡിസിഷൻസ് ആർ ഫൈനൽ. One disadvantage of this method is that after two clusters have been merged, they can no longer be divided into a better union in the future. അതായത് നമുക്ക് ഒരു തവണ നമ്മളിപ്പം ഞാൻ പറഞ്ഞില്ല ഹൈറാർക്കിക്കലാണ് നമ്മളൊന്ന് ടോപ്പ് ഡൗൺ അല്ലെ ബോട്ടം അപ്പ് എടുക്കുമ്പോൾ നമ്മളിപ്പോ രണ്ട് ഇതിനെ ക്ലസ്റ്ററുകൾ തമ്മിൽ മെർജ് ചെയ്ത് ഒന്നാക്കിയാൽ പിന്നെ നമുക്ക് അവിടെ പിന്നെ തന്നെ യൂണിയൻ ആക്കാൻ പറ്റത്തില്ല. പിന്നെ അവിടെ നമുക്ക് വിഭജിക്കാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത് ഭാവിയിൽ. അപ്പൊ അതും ഒരു കീ ഫീച്ചേഴ്സ് ആണ്. അപ്പൊ അങ്ങനെ എന്താണ് 3 കീ ഫീച്ചേഴ്സ്. കീ ഇഷ്യൂസ് ഓൺ ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് പറയുന്നുണ്ട്. ഒന്ന് ലാക്ക് ഓഫ് ഗ്ലോബൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, 2 എബിലിറ്റി ടു ഹാൻഡിൽ ഡിഫറെന്റ് ക്ലസ്റ്റർ സൈസ്, 3 മെർജിംഗ് ഡിസിഷൻസ് ആർ ഫൈനൽ. അങ്ങനെ 3 കീ ഫീച്ചേഴ്സ് കൂടെ പറയുന്നുണ്ട്. അനദർ മെത്തേഡ് ആണ് ഡെൻസിറ്റി ബേസ്ഡ് മോഡൽ. ഇപ്പൊ K-മെഡോയിഡ് കഴിഞ്ഞു, അല്ലെ K-മീൻസ് കഴിഞ്ഞു, K-മെഡോയിഡ് കഴിഞ്ഞു, ഹൈറാർക്കിക്കൽ മോഡൽ കഴിഞ്ഞു, പിന്നെ ഡെൻസിറ്റി ബേസ്ഡ് മോഡൽ. അതായത് ഇതെന്ന് പറഞ്ഞാൽ മെയിൻലി ഫോക്കസ് ഓൺ ഡെൻസിറ്റി ബേസ്ഡ് മോഡൽ മെയിൻലി ഫോക്കസ് ഓൺ ഡെൻസിറ്റി. ഡെൻസിറ്റി ഇസ് ദി പ്രൈമറി കൺസിഡറേഷൻ ഓഫ് ഡേറ്റ മൈനിങ് ക്ലസ്റ്ററിംഗ് ഒബ്ജക്റ്റ്. ഡേറ്റ മൈനിങ്ങിനകത്ത് വേറൊരു മെത്തേഡ് ആണ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ദിസ് ക്ലസ്റ്ററിംഗ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് മാസ് യൂസ് ചെയ്തുകൊണ്ട്. അതായത് ഫിസിക്സിലൊക്കെ നമ്മൾ മാസ് എന്നുള്ള കൺസെപ്റ്റ് പഠിച്ചിട്ടില്ലേ? ദിസ് ക്ലസ്റ്ററിംഗ് ടെക്നിക്സ് ഫോഴ്സ് ദി ക്ലസ്റ്റർ ടു ഗ്രോ ഇൻഡെഫിനിറ്റ്ലി ഇൻ ദിസ് ഗ്രൂപ്പ്സ് റേഡിയസ് ഈച്ച് ഡേറ്റ പോയിന്റ് ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 നമ്പർ ഓഫ് പോയിന്റ്സ്. അതായത് ഇത്ര ഡെൻസിറ്റി ഉള്ള ഒരു ഗ്രൂപ്പ് ആണ് എന്ന് തുടങ്ങിയിട്ട് അതിലേക്ക് ഒബ്ജക്ട്സിനെ ആഡ് ചെയ്ത് നമ്മളിപ്പോൾ ഇത്ര ഡെൻസിറ്റി ഉള്ള ഒരു ഗ്രൂപ്പ് എടുക്കുന്നു, അതിലോട്ട് ഒബ്ജക്ട്സിനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ക്ലസ്റ്ററിന്റെ റേഡിയസ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം. ക്ലസ്റ്ററിന്റെ റേഡിയസ് നമുക്കറിയാം. നമ്മളൊരു ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു സർക്കിൾ ആയിട്ട് അവിടെ പിതറി കൊടുത്തിരിക്കുന്നത്. അപ്പൊ റേഡിയസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു റേഡിയസ് അറിയത്തില്ല, അതിന് എത്രമാത്രം റേഡിയസിന്റെ മലയാളം എന്താ, നമ്മുടെ അതിന് എത്രമാത്രം വിസ്തൃതി ഉണ്ട്, അതിനകത്ത് എത്രമാത്രം ഡേറ്റ ചെയ്യാൻ പറ്റും. അപ്പൊ ക്ലസ്റ്ററിന്റെ റേഡിയസ് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ ഡെൻസിറ്റി ബേസ്ഡ് മോഡൽ എടുക്കുക. അതായത് ഡെൻസിറ്റിയെ ആദ്യമേ സെറ്റ് ചെയ്ത് വെക്കുക, അതിന് എത്രമാത്രം ഒബ്ജക്റ്റിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മോഡലാണ് ഡെൻസിറ്റി ബേസ്ഡ് മോഡൽ. പിന്നെ ഗ്രിഡ് ബേസ്ഡ് മോഡൽ ഉണ്ട്. ഡാറ്റ മൈനിങ് പ്രോസസ്സിലെ അടുത്ത ഒരു മോഡലാണ് ഗ്രിഡ് ബേസ്ഡ് മോഡൽ. ദിസ് ഗ്രിഡ് ബേസ്ഡ് ക്ലസ്റ്ററിംഗ് മോഡൽ മേക്സ് യൂസ് ഓഫ് ഗ്രിഡ് ബൈ ഗ്രൂപ്പിംഗ് ടുഗദർ ദി ക്ലസ്റ്റേർഡ് ഒബ്ജക്റ്റ്. എന്ന് പറഞ്ഞാല് ഗ്രിഡ് ബേസ്ഡ് സ്ട്രക്ചർ ആയിരിക്കും. ഗ്രിഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഫോളോമായിട്ടൊക്കെ ഡേറ്റ കൊടുത്തിട്ടേന്നല്ലേ ഗ്രിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രിഡ് ബേസ്ഡ് സ്ട്രക്ചർ ആയിരിക്കും. ഈ ഗ്രിഡിന്റെ ബേസിലായിരിക്കും ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുക. ഗ്രിഡിന്റെ ബേസിൽ ഒബ്ജക്റ്റിനെ പറയാം. അപ്പൊ എത്ര ഗ്രിഡ് ഉണ്ടെന്ന് നോക്കിയിട്ട് 1 2 3 4 നമ്പറിങ് കാണും. അപ്പൊ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് നമ്മൾ അതിനകത്ത് ഗ്രിഡായിട്ട് റോയും കോളമായിട്ട് ഡേറ്റ വരച്ച് വെച്ചിട്ട് ആ ഗ്രിഡിന്റെ ബേസിൽ ഒബ്ജക്റ്റിനെ കൊണ്ട് പ്ലേസ് ചെയ്യുക. അപ്പം നമുക്ക് പ്രോസസിംഗ് ടൈം കുറച്ച് മതി ഗ്രിഡ് ബേസ്ഡ് മോഡലിന്. The processing time is substantially faster with this method than the another. It can save time. The advantage പറയുന്നത്
ഗ്രിഡ് ബേസ്ഡ് മോഡലിന് നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. നമ്പർ ഓഫ് സെൽസ് ഇൻ ദി ക്വാണ്ടിസൈസ് സ്പേസ് ഇൻ ഈച്ച് ഡയമെൻഷൻ ഡിറ്റർമിൻസ് ഹൗ ദിസ് മെത്തേഡ് വർക്ക്. അതായത് ഓരോന്നിലും എത്രമാത്രം ഡയമെൻഷൻസ് ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് അത് എത്രമാത്രം യൂസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിന്റെ അഡ്വാൻറ്റേജ്. നമുക്ക് നോക്കി മനസ്സിലാക്കിയിട്ട് ഡേറ്റ കൊടുക്കുക. അങ്ങനെ ഗ്രിഡ് മെത്തേഡ്. അടുത്ത ഒരു മെത്തേഡാണ് മോഡൽ ബേസ്ഡ് മെത്തേഡ്. ദിസ് മെത്തേഡ് അപ്രോച്ചസ് this approach hypothesis a model for each cluster in order to locate the data that fits the hypothesis is best. This technique uses a clustering of the density function to find the clusters. എന്ന് പറഞ്ഞാല് ഇപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മോഡൽ ബേസ്ഡ് ആണ് ക്ലസ്റ്ററിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഒരു പർട്ടിക്കുലർ മോഡൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലസ്റ്ററെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഒരു ഫംഗ്ഷനെ ബേസ് ചെയ്തുകൊണ്ട് കമ്പ്യൂട്ട് ചെയ്ത് അതിന്റെ ബേസിൽ സിമിലർ ഒബ്ജക്റ്റിനെ കണ്ടുപിടിച്ച് ക്ലസ്റ്റർ ചെയ്യുന്ന മെത്തേഡാണ് മോഡൽ ബേസ്ഡ്. നമ്മളൊരു പർട്ടിക്കുലർ മോഡലിനെ നോക്കിയിട്ട് അവിടെ ഒരു ക്ലസ്റ്ററെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ ഒരു ഫംഗ്ഷൻ അങ്ങ് അപ്ലൈ ചെയ്യുക. ഏതെങ്കിലും ഒരു ഫംഗ്ഷന്റെ ബേസിൽ ക്ലസ്റ്ററെ നമ്മൾ അതിന്റെ ഫംഗ്ഷൻ കൊടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം ഒരേ തരത്തിലുള്ള നമുക്ക് സിമിലർ ഒബ്ജക്ട്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഐഡന്റിഫൈ ചെയ്തിട്ട് ക്ലസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ആ മെത്തേഡിനാണ് മോഡൽ ബേസ്ഡ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെയുണ്ട് കൺസ്ട്രെയിന്റ് ബേസ്ഡ് മെത്തേഡ് ഉണ്ട്. കൺസ്ട്രെയിന്റ് ബേസ്ഡ് മെത്തേഡ് എന്ന് പറഞ്ഞാല് ദിസ് ടെക്നിക് യൂസസ് യൂസർ ഓർ ആപ്ലിക്കേഷൻ ഓറിയന്റഡ് കൺസ്ട്രെയിൻസ് ടു ക്ലസ്റ്റർ ഡേറ്റ. അതായത് ക്ലസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ക്ലസ്റ്ററിങ് ചെയ്യുമ്പോൾ തന്നെ ഈ രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടണം, അല്ലെങ്കിൽ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് യൂസറിന്റെ റിക്വയർമെന്റ്സ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു കൺസ്ട്രെയിൻസിനെ കണ്ടുപിടിച്ചിട്ട് അതിന്റെ ബേസിൽ ക്ലസ്റ്ററിങ് ചെയ്യുമ്പോഴാണ് കൺസ്ട്രെയിൻഡ് ബേസ്ഡ് മോഡലാകുന്നത്. നമ്മൾ ഓർക്കുക, നമ്മൾക്ക് ഒരു ക്ലസ്റ്ററിങ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ റിസൾട്ട് ഇന്നതായിരിക്കണം. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഭാവി അറിയാം, ഇന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മളത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അന്നേരം നമുക്ക് അതിന്റെ യൂസർ റിക്വയർമെന്റ്സ് നമുക്ക് മനസ്സിലാകും. അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ചെയ്യുവാണെങ്കിൽ പോലും നമുക്കറിയാം ഒരു യൂസർ കയറി ആപ്ലിക്കേഷൻ ഫോം ചെയ്യുവാണെങ്കിൽ പേര്, യൂസർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ, മാർക്ക്, ഇതെല്ലാം നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ അതിന്റെ റിക്വയർമെന്റ്സ് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട കൺസ്ട്രെയിൻസ് കണ്ടുപിടിച്ചുകൊണ്ട് അതിന്റെ ബേസിൽ ക്ലസ്റ്ററിങ് ചെയ്യുമ്പോഴാണ് കൺസ്ട്രെയിൻ ബേസ്ഡ് മോഡൽ ആകുന്നത്. പിന്നെ പറയുന്നത് ഔട്ട്ലയർ അനലൈസിസ്. വേറൊരു അനലൈസിസ് ആണ് ഔട്ട്ലയർ അനലൈസിസ്. ഔട്ട്ലയർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോ ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് കുറച്ച് പേരങ്ങ് നിൽക്കുക. അത് നമ്മൾ ഒരാളെ മാറ്റി നിർത്തും, ഒരാൾ മാറി നിൽക്കുവാണെങ്കിൽ നമുക്ക് അതിനെ ഔട്ട്ലയർ എന്ന് പറയാൻ പറ്റും, അല്ലെ? ഗ്രൂപ്പ് ഓഫ് ഡേറ്റ എടുക്കുമ്പോൾ അതിൽ മാറി നിൽക്കുന്ന ആ ഡേറ്റയെ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ഔട്ട്ലയർ എന്ന് പറയുന്നത്. അതെങ്ങനെ അനലൈസിസ് ചെയ്യും? അടുത്ത ഹെഡിങ് എന്താ പറയുന്നത്? അതായത് ഇറ്റ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻ ഔട്ട്ലയർ ഈസ് എ ഡേറ്റ പോയിന്റ് ദാറ്റ് ഡീവിയേറ്റ് സിഗ്നിഫിക്കന്റ്ലി ഫ്രം ദി നോം. അതായത് മെഷറിംഗ് ആൻഡ് എക്സിക്യൂഷൻ എറേഴ്സ് ആർ ടു പോസിബിൾ causes. Outlier analysis, also known as outlier mining, it is a process of examining the data that stands out for whatever reason. അതായത് ഇപ്പം ക്ലസ്റ്റർ അനലൈസിസ് പോലുള്ള വേറൊരു ആസ്പെക്ട്, ഡേറ്റ അനലൈസിസ് വരുന്ന ഒരു ആസ്പെക്ട് ആണ് ഔട്ട്ലെയർ ആസ്പെക്ട്. അതായത് ഔട്ട്ലെയറിന്റെ ഒരു ഡെഫിനിഷൻ പറയുവാണ്, ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ് ആൻഡ് എക്സാമിനിങ് ദി ഡേറ്റ പോയിന്റ്സ് ദാറ്റ് ഡിഫർ ഫ്രം റെസ്റ്റ് ഓഫ് ഡേറ്റ സെറ്റ്. അതാണ് അതിന്റെ ഒരു മീനിങ്, ഔട്ട്ലെയറിന്റെ മീനിങ്. അങ്ങനെ കറക്റ്റ് മീനിങ് അവിടെ കൊടുത്തിട്ടില്ല, വേണേൽ നോട്ട് ചെയ്ത് വെക്കാം. ഔട്ട്ലെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഐഡന്റിഫൈ ആൻഡ് എക്സാമിനിങ് ഡേറ്റ പോയിന്റ്സ് ദാറ്റ് ഡിഫർ ഫ്രം റെസ്റ്റ് ഓഫ് ഡേറ്റ സെറ്റ്. അതായത് ഗ്രൂപ്പ് ഓഫ് ഡേറ്റയെ നമ്മൾ എടുത്ത് ഐഡന്റിഫൈ എക്സാമിൻ ചെയ്യുന്നുണ്ട്, എന്നാൽ അതിൽ മാറി നിൽക്കുന്ന ഒരു റെസ്റ്റ് ഓഫ് ഡേറ്റ സെറ്റിനെ നമുക്ക് ഔട്ട്ലെയർ എന്ന് പറയാൻ പറ്റും. അങ്ങനെ സംഭവിക്കുന്നതിനെ വെറൈറ്റി ഓഫ് ഫാക്ടേഴ്സ് കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്. അതായത് അങ്ങനെ സംഭവിക്കുന്നത് തന്നെ എന്തായിരിക്കും? ഒരു അൺഎക്സ്പെക്ടഡ് ഇവന്റ് അവിടെ സംഭവിച്ചുകൊണ്ടായിരിക്കാം അങ്ങനെ ഔട്ട്ലെയർ ഡേറ്റ വരുന്നത് തന്നെ. അങ്ങനെ അനലൈസ് ചെയ്യുന്നതിനാണ് ഔട്ട്ലെയർ അനലൈസിസ് എന്ന് പറയുന്നത്. അപ്പം ഔട്ട്ലെയർ അനലൈസിസ്, there are numerous applications for outliers such as identifying fraud and creating new market trend. അല്ലെ, ഫ്രോഡിനെ ഐഡന്റിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ ക്രിയേറ്റിംഗ് ന്യൂ മാർക്കറ്റ് ട്രെൻഡുകൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഔട്ട്ലെയറിന്റെ ആപ്ലിക്കേഷൻസിനകത്ത് വരാൻ പറ്റും. അപ്പം an outlier is a point of observation that differs from the rest because of its location. അതായത് ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഒബ്സർവേഷൻ പോയിന്റ് ആണ് ഔട്ട്ലെയർ നൽകുന്നത്. To better
ഡിറ്റക്ട് ഔട്ട്ലെയേഴ്സ്, നോയ്സ് ഷുഡ് ബി എലിമിനേറ്റഡ്. നമുക്ക് ഔട്ട്ലെയറിനെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, നോയ്സ് ഷുഡ് ബി എലിമിനേറ്റഡ്, പുറത്തുള്ളവയെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നോയ്സ് എറേഴ്സിനെ നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഡാറ്റ മൈനിങ് ഔട്ട്ലെയേഴ്സ് can have a number of different causes. ഡാറ്റ മൈനിങ് ഔട്ട്ലെയേഴ്സിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഐഡന്റിഫൈ ഫിനാൻഷ്യൽ ഫ്രോഡ് such as credit card hacking or other similar scams makes use of this technology. അതായത് ക്രെഡിറ്റ് കാർഡ് ഹാക്കിംഗ് തിരിച്ചറിയാൻ യൂസ് ചെയ്യുന്നത് എന്താണ്, യൂസ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഔട്ട്ലെയേഴ്സ് യൂസ് ചെയ്യാം, ക്രെഡിറ്റ് കാർഡിന്റെ ഹാക്കിംഗ് ഒക്കെ. അതുപോലെ ഇറ്റ് യൂട്ടിലൈസ് ടു കീപ് ട്രാക്ക് ഓഫ് എ കസ്റ്റമേഴ്സ് ചേഞ്ച് ഇൻ പർച്ചേസ് ഹാബിറ്റ്. അതായത് കസ്റ്റമേഴ്സിന്റെ ചേഞ്ച് ഇൻ പർച്ചേസ് ഹാബിറ്റ് ട്രാക്ക് ചെയ്യുക. പിന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ആൻഡ് റിപ്പോർട്ട് ഹ്യൂമൻ മെയ്ഡ് മിസ്റ്റേക്സ് ഇൻ ടൈപ്പിംഗ്. അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്ന മിസ്റ്റേക്സുകൾ ഫൈൻഡ് ചെയ്യാൻ, റിപ്പോർട്ട് ചെയ്യാനും നമുക്ക് ഔട്ട്ലെയേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഔട്ട്ലെയർ അനലൈസിസ് യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് യൂട്ടിലൈസസ് ഫോർ ട്രബിൾ ഷൂട്ടിംഗ് ആൻഡ് ഐഡന്റിഫൈ പ്രോബ്ലംസ് വിത്ത് മെഷീൻസ് ആൻഡ് സിസ്റ്റം. മെഷീനുകളുടെ സിസ്റ്റങ്ങളിലൊക്കെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ ട്രബിൾ ഷൂട്ട് ചെയ്യാൻ. ട്രബിൾ ഷൂട്ട് എന്ന് പറഞ്ഞാൽ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുന്നില്ല, അപ്പൊ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ കൂടെ കറക്റ്റ് ചെയ്തുകൂടെ പോകും ട്രബിൾ ഷൂട്ടിംഗ് ആണെങ്കിൽ അല്ലേ. അപ്പൊ അതിനുമൊക്കെ നമുക്ക് ഔട്ട്ലെയേഴ്സ് എന്ന് പറയുന്ന അനലൈസിസ് യൂസ് ചെയ്യാം. ഔട്ട്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു കാര്യം മനസ്സിലായി. ഔട്ട്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ് ആൻഡ് എക്സാമിനിങ് ദി ഡേറ്റ പോയിന്റ്സ് ഇൻ ദാറ്റ് ഡിഫർ ഫ്രം ദി റെസ്റ്റ് ഓഫ് ഡാറ്റ സെറ്റ്. ഒരു കൂട്ടം ഡാറ്റ സെറ്റിൽ നിന്നും മാറി നിൽക്കുന്ന ഡേറ്റയെ നമ്മൾ ആണ് ഔട്ട്ലെയർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇൻ ഡാറ്റ മൈനിങ് വൈ ഷുഡ് ഔട്ട്ലെയേഴ്സ് ബി ഹാൻഡിൽ, അതായത് നമ്മുടെ ഡാറ്റ സെറ്റിൽ നിന്ന് ഔട്ട്ലെയേഴ്സ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യാന്ന് ചോദിക്കുന്നത്. ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാല് the outcomes of databases are impacted by outliers. ഡേറ്റാബേസുകളുടെ ഔട്ട്കമിനെ ഔട്ട്ലെയർ ഹെൽപ്പ് ചെയ്യും. ഔട്ട്ലെയേഴ്സ് ഫ്രീക്വന്റ്ലി പ്രൊഡ്യൂസ് ഗുഡ് ഓർ യൂസ്ഫുൾ ഡിസ്കവറീസ് ആൻഡ് കൺക്ലൂഷൻസ്. അതായത് ഔട്ട്ലെയേഴ്സ് നല്ലതോ അല്ലെ യൂസ്ഫുൾ ആയിട്ടുള്ളതോ ആയ ഡിസ്കവറീസും അതുപോലെ നിഗമനങ്ങളും ഒക്കെ ഉണ്ടാക്കും. ഡിഫറെന്റ് പാർട്ടും അതായത് പാറ്റേണും ട്രെൻഡും ഒക്കെ തിരിച്ചറിയാൻ റിസർച്ചിനെ എപ്പോഴും ഔട്ട്ലെയേഴ്സ് ഹെൽപ്പ് ചെയ്യും. ഈവൻ ഇൻ ദി വേൾഡ് ഓഫ് സ്റ്റഡി ഔട്ട്ലെയേഴ്സ് ക്യാൻ ബി യൂസ്ഫുൾ. അപ്പൊ പഠന ലോകത്ത് ഔട്ട്ലെയേഴ്സ് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാരണമാണ്. ദേ ക്യാൻ ബി ലൈഫ് സേവർ വെൻ ഡൂയിങ് റിസർച്ച് ചെയ്യുന്നവർക്കൊക്കെ അതൊരു നല്ലൊരു എന്താ യൂസ്ഫുൾ ആണ്. ഡാറ്റ മൈനിങ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് സബ്ഫീൽഡ്സ് ഇൻ ഔട്ട്ലെയർ അനലൈസിസ്. പിന്നെ യൂസ് ഫോർ ഡിറ്റക്ടിങ് ഔട്ട്ലെയേഴ്സ് ഇൻ ഡാറ്റ മൈനിങ്. ഡാറ്റ മൈനിങ്ങിൽ ഔട്ട്ലെയേഴ്സ് ഡിറ്റക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ യൂസസ് ഓഫ് ഡിറ്റക്ടിങ്, അതായത് എക്സാമ്പിൾസ് ഓഫ് വെയർ ഔട്ട്ലെയർ ഡിറ്റക്ഷൻ ഈസ് പുട്ട് ഓൺ ഡാറ്റ മൈനിങ് എവിടെയൊക്കെ കൊടുക്കാം. ഫ്രോഡ് ഡിറ്റക്ഷൻ അല്ലെ. ഫ്രോഡ് ഡിറ്റക്ഷൻ മീൻസ് നമുക്ക് ഇപ്പൊ ക്രെഡിറ്റ് കാർഡ് ഫ്രോഡൊക്കെ വരുവാണെങ്കിൽ അങ്ങനെ ക്രെഡിറ്റ് കാർഡ് ഫ്രോഡിന് ഒക്കെ അപ്പൊ അവർ ഏതെങ്കിലും ഒരു പാറ്റേൺ യൂസ് ചെയ്തായിരിക്കും അല്ലെ അത് അതിനെ ഫ്രോഡുകൾ ക്രെഡിറ്റ് കാർഡ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് ഈ ഒരു ഔട്ട്ലെയറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ടെലികോം ഫ്രോഡ് ഡിറ്റക്ഷൻ, അതുപോലെ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ ഇൻ സൈബർ സെക്യൂരിറ്റി. സൈബർ സെക്യൂരിറ്റിയിൽ ഉള്ള നുഴഞ്ഞുകയറ്റമൊക്കെ നമുക്ക് ഈ ഒരു ഔട്ട്ലെയർ ഡാറ്റ മൈനിങ് കൊണ്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും മെഡിക്കൽ അനാലിസിസിൽ. പിന്നെ എൻവയോൺമെന്റ് മോണിറ്ററിംഗ് സച്ച് സൈക്ലോൺ, സുനാമി, ഫ്ലഡ്, ഡ്രോട്ട് ആൻഡ് സോ ഓൺ അല്ലെ. അപ്പൊ നമുക്ക് ചുഴലിക്കാറ്റോ സുനാമിയോ വെള്ളപ്പൊക്കമോ വരൾച്ചയോ അങ്ങനെയുള്ള എൻവയോൺമെന്റ് മോണിറ്ററിങ്ങിനൊക്കെ നമുക്ക് ഔട്ട്ലെയേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നോട്ടീസിങ് അൺഫോർസീൻ എൻട്രീസ് ഇൻ എ ഡാറ്റാബേസ്. ഡാറ്റാബേസിലോട്ട് അപ്രതീക്ഷിതമായി വരുന്ന എൻട്രികളെയൊക്കെ എന്താണ് ഈ ഒരു ഔട്ട്ലെയർ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരേ സമയം ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഡാറ്റാബേസിലോട്ടൊക്കെ വരുന്ന ഒരു യൂസേഴ്സിന്റെ ഒരു ബിഹേവിയർ കാണും. അപ്പൊ അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടൊരു ബിഹേവിയർ വെച്ചൊരു ക്രെഡൻഷ്യൽ വെച്ച് കയറുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഔട്ട്ലെയറിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഔട്ട്ലെയേഴ്സ് പറയുന്നത്. അപ്പൊ ഈ ഒരു ഔട്ട്ലെയേഴ്സിന്റെ ഡിറ്റക്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ അടുത്ത ഡിറ്റക്ട് ഔട്ട്ലെയേഴ്സ് പറയുന്നുണ്ട് അടുത്ത പേജില്. അതായത് വി മസ്റ്റ് എസ്റ്റാബ്ലിഷ് എ ത്രെഷ്ഹോൾഡ് വാല്യൂ സോ ദാറ്റ് എനി ഡാറ്റ പോയിന്റ് ഫർദർ എവേ ഫ്രം ദി നിയറസ്റ്റ് ക്ലസ്റ്റർ ഇസ് കൺസിഡർഡ് ആൻ ഔട്ട്ലെയർ ഫോർ ദി പർപ്പസ് ഓഫ് ദിസ് അനലൈസിസ്. അതായത് ആഫ്റ്റർ ദാറ്റ് വി വിൽ നീഡ് ടു ഫിഗർ ഔട്ട് ഹൗ ഫാർ ദി ടെസ്റ്റ് ഡാറ്റ ഫ്രം മീൻ ഓഫ് ഈച്ച് ക്ലസ്റ്റർ. ദി ഡാറ്റ വിൽ ബി ലേബിൾഡ് ആസ് ആൻ ഔട്ട്ലെയർ if distance between it and its nearest cluster exceeds a certain limit. അതായത് ഫസ്റ്റ് ത്രെഷ്ഹോൾഡ് വാല്യൂ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന്. ഡാറ്റാബേസിൽ
ത്രെഷോൾഡ് വാല്യൂ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ത്രെഷോൾഡ് വാല്യൂ കണ്ടുപിടിക്കാൻ ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ഡാറ്റ പോയിന്റ് അതിന്റെ ഏറ്റവും അടുത്തുള്ള ക്ലസ്റ്റർ പോയിന്റിൽ നിന്ന് കൂടുതൽ ദൂരെയാണ് എന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ത്രെഷോൾഡ് വാല്യൂ കണ്ടുപിടിച്ചാൽ, അതായത് ഡാറ്റ പോയിന്റ് അതിന്റെ അടുത്തുള്ള ക്ലസ്റ്റർ പോയിന്റിൽ നിന്ന് ഒത്തിരി അകലെയാണെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിനുശേഷം ത്രെഷോൾഡ് എത്ര ദൂരെയാണെന്ന് കണ്ടുപിടിച്ച് വെക്കും. എന്നിട്ട് ലിമിറ്റിലും ഔട്ട് ആണെങ്കിൽ അതിനെ ലേബൽ ചെയ്ത് വെക്കുക. അങ്ങനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ത്രെഷോൾഡ് വാല്യൂസ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഡാറ്റ പോയിന്റിൽ നിന്നുകൊണ്ട് ക്ലസ്റ്ററിന്റെ ഒരു ഡിറ്റക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഡിറ്റക്ടിങ് ഔട്ട്ലയേഴ്സ് യൂസ് പല മെത്തേഡുകൾ യൂസ് ചെയ്യാം. സ്റ്റാറ്റിസ്റ്റിക്കൽ, ഡിസ്റ്റൻസ്, ഡീവിയേഷൻ മെത്തേഡുകളൊക്കെ യൂസ് ചെയ്യാം. മെത്തേഡ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല. പിന്നെ ടെക്നിക്സ് ഫോർ ഡിറ്റക്ടിങ് ഔട്ട്ലയേഴ്സ്, അതായത് ഡിറ്റക്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്, ഡിറ്റക്ടിങ് ഔട്ട്ലയേഴ്സ് യൂസ്, അതായത് ഏതൊക്കെ ടെക്നിക്കൽ യൂസ് ചെയ്യാം. ന്യൂമറിക്, ഇസഡ് സ്കോർ, DB സ്കാൻ, ഐസൊലേഷൻ ഫോറസ്റ്റ്, അങ്ങനെ 4 തരത്തിലുള്ള ടെക്നിക്കുകളും യൂസ് ചെയ്യാം. അപ്പൊ നമ്മളിപ്പം ഔട്ട്ലയർ എന്ന് പറഞ്ഞതിനകത്ത് ഡിറ്റക്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു, ഡിറ്റക്ട് ചെയ്യാൻ വേരിയസ് മെത്തേഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു, അതുകൂടാതെ ടെക്നിക്കുകളുണ്ട്. അപ്പൊ ടെക്നിക്കല് 4 ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഞാൻ ടെക്നിക്കിലൂടെ ഒന്ന് മൂവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ, ന്യൂമറിക്. ഇറ്റ് ഈസ് എ one-dimensional feature space. This is the simplest approach. ന്യൂമറിക് എന്ന് പറയുന്നത് ഔട്ട്ലയേഴ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ്. ഒരു 1-dimensional ആണ്. ആൻഡ് IQR, ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് മെത്തഡോളജി ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട്ലയേഴ്സ് ഇൻ ദിസ്. IQR യൂസ് ചെയ്താണ് ഔട്ട്ലയേഴ്സിനെ കണ്ടുപിടിക്കുന്നത്. അതായത് IQR ഉപയോഗിച്ച് ഔട്ട്ലയേഴ്സിനെ കണക്കാക്കുന്നത്. അത് ഒരു മെത്തേഡാ IQR എന്ന് പറയുന്നത്. ഫസ്റ്റും തേർഡും വെച്ചുകൊണ്ട് ഉപയോഗിച്ച് നമ്മളൊരു ക്വാർട്ടൈലൊക്കെ കണക്കാക്കിയാണ് അതൊക്കെ യൂസ് ചെയ്ത് പോകുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ആ പേരുകളിലും ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഉള്ളത് ഇസഡ് സ്കോർ. ഇസഡ് സ്കോർ എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് സ്കോർ. പാരാമെട്രിക് ഔട്ട്ലയർ ഡിറ്റക്ഷൻ യൂസിങ് ഇസഡ് സ്കോർ ഇസ് പോസിബിൾ ഇൻ എ സിംഗിൾ ഓർ സ്മോൾ ഫീച്ചർ സ്പേസ്. അതായത് ഡേറ്റ വാല്യൂ ഇപ്പം മീൻ വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആണോ ലെസ് ആണോ എന്നൊക്കെ നമ്മൾ ഇക്വേഷൻസ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുമോ? ഇക്വേഷൻസ് അവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് സ്റ്റാൻഡേർഡ് സ്കോർ യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഡേറ്റ വാല്യൂ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് മീൻ വാല്യൂക്കാളും അതിന്റെ ആവറേജിനെക്കാളും കൂടുതലാണോ കുറവാണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ ഇസഡ് സ്കോർ എന്ന് പറഞ്ഞ ടെക്നിക് യൂസ് ചെയ്യുക. പിന്നെ DB സ്കാൻ. DB സ്കാൻ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ബേസ്ഡ് ക്ലസ്റ്ററിങ്. അതായത് DB സ്കാൻ ക്ലസ്റ്ററിംഗ് ടെക്നോളജി യൂസ്ഡ് ടു outlier detection method. DB scan is a non-parametric outlier detection approach based on the density of one or multi-dimensional feature space. Density based algorithms use ചെയ്തുകൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് DB സ്കാൻ. DB സ്കാന്റെ ഫുൾ ഫോം ആണ് നോട്ട് ചെയ്ത്. ഡെൻസിറ്റി ബേസ്ഡ് സ്പേഷ്യൽ ക്ലസ്റ്ററിംഗ് ഓഫ് ആപ്ലിക്കേഷൻ വിത്ത് നോയിസ്. ഡെൻസിറ്റി ബേസ്ഡ് സ്പേഷ്യൽ SPATIAL spatial clustering of application with the noise. Noise means error ആയിരിക്കും. അപ്പൊ അവിടെ ഡെൻസിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് ക്ലസ്റ്ററിംഗ് ഗ്രൂപ്പ് കണ്ടുപിടിക്കുക. പിന്നെ ഐസൊലേഷൻ ഫോറസ്റ്റ്. When dealing with large data set in one or multi-dimensional feature space, isolation forest is a non-parametric method for especially useful isolation numbers, which can be defined as a number of splits required to isolate a data point, are critical concept of this strategy. അതായത് നമ്പർ ഓഫ് ഒരു ഡാറ്റ പോയിന്റിനെ ഐസൊലേറ്റ് ചെയ്യണമെങ്കിൽ അതിനകത്ത് എത്രമാത്രം സ്പ്ലിറ്റുകൾ വിഭജനങ്ങൾ വേണ്ടി വരും. അതാണ് ആ ഒരു ഡിറ്റക്ഷൻ ആണ് ഐസൊലേഷൻ ഫോറസ്റ്റ് കൊണ്ട് പറയുന്നത്. അങ്ങനെ 3 തരത്തിലുള്ള ടെക്നിക്കും കൂടെ 4 തരത്തിലുള്ള ടെക്നിക്കും കൂടെ ക്ലസ്റ്ററിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ കണ്ടത് കെ മീൻസ് കണ്ടു, കെ മെഡോയിഡ് കണ്ടു, പിന്നെ ഹൈറാർക്കിക്കൽ മോഡൽ. അതുപോലെ ആ ഹൈറാർക്കിക്കൽ മോഡൽ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. പിന്നെ ബാക്കി ഡെൻസിറ്റി മോഡൽ, ഗ്രിഡ് മോഡൽ, മോഡൽ ബേസ്ഡ് മെത്തേഡ്, കൺസ്ട്രെയിൻ ബേസ്ഡ് മെത്തേഡ്, പിന്നെ ഔട്ട്ലയർ അനലൈസിസ്. ഔട്ട്ലയർ അനലൈസിസ് പറയുമ്പോൾ അതിന്റെ ഡിറ്റക്ഷനും അതിന്റെ അപ്രോച്ചസും അതുപോലെ അതിന്റെ ടെക്നിക്സും അവിടെ പറയുന്നുണ്ട്. അപ്പൊ അത്രയും കൂടെ നോക്കുക. ഓക്കെ, നമുക്ക് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിലോട്ട് മൂവ് ചെയ്യാം. അതായത് യൂണിറ്റ് 12. നമ്മുടെ ബ്ലോക്ക് 4 ലാസ്റ്റ് ചാപ്റ്റർ ആണ് യൂണിറ്റ് 4. ദാറ്റ് ഈസ് ടെക്സ്റ്റ് ആൻഡ് വെബ് മൈൻഡ്. ടെക്സ്റ്റ് ആൻഡ് വെബ് മൈൻഡ് ഇതൊരു തിയറി പോർഷൻ ആണ്. ടെക്സ്റ്റ് ആൻഡ് വെബ് മൈൻഡ് നമ്മളിവിടെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. NLP, ടെക്സ്റ്റ് ഡേറ്റ അനലൈസിസ് ആൻഡ് ഇൻഫോർമേഷൻ റിട്രീവൽ. 12.2 ഹെഡിങ് ആണ് വായിക്കുന്നത്. ടെക്സ്റ്റ് ഡേറ്റ അനലൈസിസ് ആൻഡ് ഇൻഫോർമേഷൻ റിട്രീവൽ. ഇൻഫോർമേഷൻ എങ്ങനെ റിട്രീവ് ചെയ്യാം, ടെക്സ്റ്റ് ഡേറ്റ എങ്ങനെ അനലൈസിസ് ചെയ്യാം.
അതൊരു തിയറി തന്നെയാണ് നിൽക്കുന്നത്. ദി ട്വീറ്റ്സ് ഓർ മെസ്സേജസ് ഓൺ വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം or through text messages, and the majority of this data exists in textual form, which is highly unstructured in nature. ആണല്ലോ, അതായത് നമ്മളിപ്പോ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ മെസ്സേജുകൾ അയക്കുന്നത് മജോറിറ്റി ഓഫ് നമ്മൾ ടെക്സ്റ്റൽ ഡേറ്റ അയക്കുന്നുണ്ട്, അത് അൺസ്ട്രക്ചേർഡ് നേച്ചറിലായിരിക്കും. അപ്പം ഇവിടെ പറഞ്ഞ ടെക്സ്റ്റ് അനലൈസിസ് ഓർ ടെക്സ്റ്റ് മൈനിങ് എന്താന്ന് നെക്സ്റ്റ് പാരഗ്രാഫിൽ നെക്സ്റ്റ് ലൈനിൽ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഡിറൈവിംഗ് മീനിങ്ഫുൾ ഇൻഫോർമേഷൻ ഫ്രം നാച്ചുറൽ ലാംഗ്വേജ് ടെക്സ്റ്റ് ആൻഡ് ടെക്സ്റ്റ് മൈനിങ് usually involves the process of structuring the input text, deriving patterns with the structured data, and finally evaluating the interpreted output compared with a kind of data stored in a database. Text is unstructured, amorphous, and difficult to deal with the algorithmically. Nevertheless, in modern culture, text is the most common vehicle for the formal exchange of information. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പം അടുത്ത പാരഗ്രാഫ് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ടെക്സ്റ്റ് ഡേറ്റയെ മൈൻ ചെയ്തതെന്ന് ഓർത്താൽ മതി. ഏരിയാസ് ഓഫ് ടെക്സ്റ്റ് മൈനിങ്, അതായത് നമ്മൾ കൊടുക്കുന്നത് കൂടുതലും അൺസ്ട്രക്ചേർഡ് ഡേറ്റ ആയിരിക്കും. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്തു വെക്കുന്നതെല്ലാം ഏതായിരിക്കും? അൺസ്ട്രക്ചേർഡ് ഡേറ്റ ആയിരിക്കും. ആ ടെക്സ്റ്റ് ഡേറ്റയെ എങ്ങനെയാണ് എടുക്കുന്നത്? അതിന് ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഏരിയാസ് ഓഫ് ടെക്സ്റ്റ് മൈനിങ്, ഇൻഫോർമേഷൻ എക്സ്ട്രാക്ഷൻ, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, ഡേറ്റ മൈനിങ് ആൻഡ് ഇൻഫോർമേഷൻ റിട്രീവൽ. ആ 4 സ്റ്റെപ്സ് നമ്മൾ നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇൻഫോർമേഷൻ എക്സ്ട്രാക്ഷൻ, അതായത് ഇസ് എ ടെക്നിക് ഓഫ് ടേക്കിംഗ് ഔട്ട് ദി ഇൻഫോർമേഷൻ ഫ്രം അൺസ്ട്രക്ചേർഡ് ടെക്സ്റ്റ് ഡേറ്റ ഓർ സെമി സ്ട്രക്ചേർഡ് ഡേറ്റ കണ്ടെയ്ൻസ് ഇലക്ട്രോണിക് ഡോക്യുമെന്റ്സ്. അതായത് ഇൻഫോർമേഷൻ എടുക്കുവാണ് ഇവിടുന്ന് അൺസ്ട്രക്ചേർഡ് ഡേറ്റയോ സെമി സ്ട്രക്ചർ, അതായത് നമ്മുടെ വേർഡ് ഡോക്യുമെന്റ്സിൽ നിന്നോ ഇമെയിൽ മെസ്സേജസിൽ നിന്നോ സർവേ റെസ്പോൺസിൽ നിന്നോ അല്ലെ ബ്ലോഗിൽ നിന്നോ സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ നിന്നോ എവിടത്തെങ്കിലും നമ്മൾ ഇൻഫോർമേഷൻസ് എടുക്കുകയാണ്. ദി പ്രോസസ് ഐഡന്റിഫൈസ് എൻറ്റിറ്റീസ്, ദെൻ ക്ലാസിഫൈ ദം ആൻഡ് സ്റ്റോർ ഇൻ എ ഡേറ്റാബേസ് ഫ്രം അൺസ്ട്രക്ചേർഡ് ടെക്സ്റ്റ്. ആ ഫോർമാറ്റിൽ തന്നെ ടെക്സ്റ്റിനെ അവിടെ നമ്മൾ അൺസ്ട്രക്ചേർഡ് സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പൊ ഇൻഫോർമേഷൻ എക്സ്ട്രാക്ട് എന്ന് പറയുന്നത് വേരിയസ് സോഴ്സിൽ നിന്നും ഇൻഫോർമേഷൻസ് എടുക്കുന്നു. ഇത് അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ഡേറ്റ എടുക്കുന്നു. അൺസ്ട്രക്ചേർഡ് ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇമെയിലോ സോഷ്യൽ മീഡിയ സൈറ്റുകളൊക്കെ യൂസ് ചെയ്യുന്ന ഫയലുകളോ അല്ലെങ്കിൽ വേർഡ് ഡോക്യുമെന്റ്സ് എന്ത് വേണേലും ആകാം. ഫസ്റ്റ് സ്റ്റെപ്പ് അത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് NLP, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇൻ ഹ്യൂമൻ ലാംഗ്വേജ് വിച്ച് ക്യാൻ ബി ഫൗണ്ട് ഇൻ വാട്സ്ആപ്പ് ചാറ്റ്, ബ്ലോഗ്സ്, സോഷ്യൽ മീഡിയ റിവ്യൂ or any reviews which are written in any online documents. അല്ലേ, നമുക്കിപ്പോ ഇവിടെ എല്ലാം നമ്മൾ കൊടുക്കാറുണ്ട് ഡേറ്റ. അപ്പം this is done by the application of NLP or natural language processing. NLP refers to the artificial intelligence method of communicating with an intelligent system using natural language by utilizing NLP. അതായത് NLP എന്ന് പറയുന്നത് ഹ്യൂമൻ ലാംഗ്വേജിനെ ഇന്റർപ്രറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാനോ മനസ്സിലാക്കാനും കമ്പ്യൂട്ടറുകൾക്ക് ഒരു എബിലിറ്റി കൊടുക്കുന്ന ഒരു മെഷീൻ ലേണിംഗ് ടെക്നിക്കാണ് ഇത് NLP. അത് യൂസ് ചെയ്തുകൊണ്ടാണ്, അതിനെയാണ് നമ്മൾ അതായത് എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. പിന്നെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് NLP ചെയ്യും. NLP എന്ന് പറയുമ്പോൾ നമുക്ക് ഹ്യൂമൻ ലാംഗ്വേജ് നമ്മളിപ്പോ കൊടുത്തിരിക്കുന്നത് ഒന്നെങ്കിൽ ഏതായിരിക്കും? സോഷ്യൽ മീഡിയ റിവ്യൂ കൊടുക്കാം, അല്ലെ? നമ്മളെപ്പോഴും കമന്റുകൾ കൊടുക്കാറുണ്ട്, അല്ലെ? വാട്സപ്പ് ചാറ്റോ ബ്ലോഗോ അങ്ങനെ എന്ത് കൊടുത്താലും അത് ഹ്യൂമൻ ലാംഗ്വേജിലാണ് കൊടുക്കുന്നത്. അതിനെ ഇന്റർപ്രറ്റ് ചെയ്യും. ഇന്റർപ്രട്ടേഷൻ അതായത് ഇന്റർപ്രറ്ററോ കമ്പൈലറോ ഒക്കെ യൂസ് ചെയ്ത് മെഷീൻ കൊണ്ടിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് എന്നെ ഇന്റർപ്രറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യും. അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാനും മനസ്സിലാക്കാനും കമ്പ്യൂട്ടർക്ക് ഒരു എബിലിറ്റി വേണമല്ലോ. ആ കൊടുക്കുന്ന ആ ഒരു മെഷീൻ ലേണിങ്ങിനെയാണ് നമ്മൾ NLP എന്ന് പറയുന്നത്. മെഷീൻ ട്രാൻസ്ലേഷൻ, സമ്മറൈസേഷൻ, ഡിജിറ്റൽ ക്ലാസിഫിക്കേഷൻ, സ്പെൽ ചെക്ക് ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിന് മെഷീൻ ട്രാൻസ്ലേഷൻ, അതുപോലെ ടിക്കറ്റ് ക്ലാസിഫിക്കേഷൻ, സ്പെൽ ചെക്ക്, ഇതൊക്കെ ഏതാണ്? NLPക്ക് ഉദാഹരണങ്ങളാണ്. ഈ ചാറ്റ് GPT എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, ചാറ്റ് GPT. ഇപ്പൊ ചാറ്റ് GPT ഈസ് ആൻ NLP അൽഗോരിതം. NLP അൽഗോരിതമാണ് ചാറ്റ് GPTയിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്ത് കൊടുത്താലും നമുക്ക് ഉടനെ റിസൾട്ട് കിട്ടുന്നുണ്ടല്ലോ. ഹ്യൂമൻ ലാംഗ്വേജിൽ എന്ത് കൊടുത്താലും ഉടനെ റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഏതാണ്? ചാറ്റ് GPTയിൽ യൂസ് ചെയ്യുന്ന NLP അൽഗോരിതംസ് ആണ്.
Data mining is the process of extracting significant data from the standard language text. In various techniques of grouping the similar data into clusters. എന്നൊക്കെ പറഞ്ഞാൽ നമ്മളവിടെ അത് പ്രെഡിക്റ്റീവ് മോഡലിംഗ് ഒക്കെ നമ്മളവിടെ പഠിച്ചു. അപ്പം NLP ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്തു, NLP പ്രോസസ്സിംഗ് അവിടെ നടന്നു. പിന്നെ ടെക്സ്റ്റ് ഡേറ്റ അനലൈസ് ചെയ്യുക, അനലിറ്റിക്സ് എന്ന് ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് ഡേറ്റ എന്ന് പറയുന്നത് ഇൻഫോർമേഷൻസ് ആയിരിക്കുമല്ലോ, ദാറ്റ് ഈസ് സ്റ്റോർഡ് ആൻഡ് റിട്ടൺ ഇൻ എ ടെക്സ്റ്റ് ഫോർമാറ്റ്. നമ്മൾ കൊടുക്കുന്നതെല്ലാം ടെക്സ്റ്റ് ഫോർമാറ്റിലാണ് കൊടുക്കുന്നത്. ആ ടെക്സ്റ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇപ്പം അത് ടെക്സ്റ്റ് ഫോർമാറ്റിൽ കൊടുക്കുന്നത് അല്ലെങ്കിൽ വോയിസോ വീഡിയോയോ ഒക്കെ വരാമല്ലോ, ഓഡിയോയോ അല്ലെ. അതായത് നമ്മൾ റൈറ്റ് ചെയ്തതോ സംസാരിച്ചതോ അനലൈസ് ചെയ്തതോ ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു പ്രോസസ്സിംഗ് ആണ് ടെക്സ്റ്റ് ഡേറ്റ അനലൈസിസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ വേർഡോ PDF XML JSON എനിത്തിങ് എൽസ് എന്ത് വേണമെങ്കിലും ഏത് ഫോർമാറ്റ് വേണമെങ്കിലും ആകാം, അതിനെ അനലൈസിസ് ചെയ്യുന്ന പ്രോസസ്സാണ് ടെക്സ്റ്റ് ഡേറ്റ അനലിറ്റിക്സ്. അതായത് ഡേറ്റയിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസും പാറ്റേൺസും അതുപോലെ അതിന്റെ സ്ഥിതി വിവര കണക്കുകളും എല്ലാം എക്സ്ട്രാക്ട് ചെയ്യുന്നതിനും ഒരു കമ്പ്യൂട്ടർ അൽഗോരിതംസും ടെക്നിക്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് സിംപിളി വി സേ ദാറ്റ് ടെക്സ്റ്റ് അനലിറ്റിക്സ് മനുഷ്യഭാഷ മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും കമ്പ്യൂട്ടറുകളെ പ്രാപ്തരാക്കുക ചെയ്യുന്നത്. ടെക്സ്റ്റ് അനലിറ്റിക്സ് മനുഷ്യഭാഷ എന്ന് പറയുന്നത് നമ്മൾ ഹ്യൂമൻ ലാംഗ്വേജിനെ മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും കമ്പ്യൂട്ടറുകളെ പ്രാപ്തരാക്കുക അല്ലെ. അതല്ലേ ചാറ്റ് GPT ചെയ്യുന്നത്. അപ്പൊ ടെക്സ്റ്റ് ഡേറ്റ അനലിറ്റിക്സ് ഉണ്ട്. ദെൻ അങ്ങനെ 3 പോയിന്റ് ടെക്സ്റ്റ് ഡേറ്റ അനലിറ്റിക്സ്. പിന്നെ ഇൻഫോർമേഷൻ റിട്രീവലിനെ കുറിച്ച് ഇവിടെ ഒന്നും എടുത്ത് പറയുന്നില്ല. അങ്ങനെ 3 കാര്യങ്ങളാണ് ഇപ്പൊ ആ ഫിഗറിൽ വന്ന 3 കാര്യങ്ങളാണ് നോട്ട് ചെയ്തിരിക്കുന്നത്. അത് ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്, ഇൻഫോർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്, NLP ഉണ്ട്, അതുപോലെ ടെക്സ്റ്റ് ഡേറ്റ അനലൈസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഹെഡിങ് പറഞ്ഞ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ഓഫ് ടെക്സ്റ്റ്. The conventional way of dealing with the text is to collect information from various sources like a text, PDF file, a database file, etc. ആണല്ലോ ഡേറ്റ എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന നമ്മളിപ്പോൾ പറഞ്ഞു. ടെക്സ്റ്റ് ഫയലോ PDF എങ്ങനെ വേണമെങ്കിലും ആക്കാം. ആഫ്റ്റർ ദി പ്രീ പ്രോസസിംഗ് ആൻഡ് ക്ലീനിങ് ഓഫ് ഡേറ്റ, അനലൈസിസ് ഓഫ് ഡേറ്റ ഇസ് പ്രീ പ്രോസസ് ചെയ്തു ക്ലീനിങ് ചെയ്തതിന് ശേഷമാണ് ഡേറ്റ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ എക്സ്ട്രാക്ഷൻ ഓഫ് സമ്മറി, ദി ഹോൾ കണ്ടന്റ് ഓട്ടോമാറ്റിക്കലി ഈസ് കോൾഡ് ടെക്സ്റ്റ് സമ്മറൈസേഷൻ. അപ്പൊ ടെക്സ്റ്റിനെ അവിടെ സമ്മറൈസ് ചെയ്യും. പിന്നെ ഉള്ളത് അനദർ ടെക്നിക് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് കാറ്റഗറൈസ് ചെയ്യും. എക്സിസ്റ്റ് ടു ഗ്രൂപ്പ് ഇൻടു ടെക്സ്റ്റ് പ്രീ ഡിഫൈൻഡ് ബൈ യൂസേഴ്സ്. യൂസേഴ്സിന് ടെക്സ്റ്റുകൾ പ്രീ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ദി പ്രോസസ് ഓഫ് സെഗ്മെന്റേഷൻ ഓഫ് ടെക്സ്റ്റ് ഇൻടു റെലവന്റ് ഗ്രൂപ്പ്സ് കോൾഡ് ടെക്സ്റ്റ് ക്ലസ്റ്റേഴ്സ്. സിൻസ് ടെക്സ്റ്റ് ഈസ് ക്വൈറ്റ് ഹ്യൂജ് ആൻഡ് എനോർമസ് ടു അനലൈസ്, സോ ഇറ്റ് റെഡ്യൂസ് ദി സൈസ് ഓഫ് ടെക്സ്റ്റ്. അതായത് ടെക്സ്റ്റിനെ അവിടെ സമ്മറൈസ് ചെയ്ത് കാറ്റഗറൈസ് ചെയ്തെടുത്തിട്ട് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റയെ അനലൈസ് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് വെക്കും. അപ്പോൾ ഡയമെൻഷൻസ് കുറയ്ക്കും. The text dimensions can be reduced by taking out the words order and their meaning. meaning ഒക്കെ മാറ്റി ഓർഡറിലും മീനിങ്ങിലും ഒക്കെ ചേഞ്ചസും അങ്ങനെയൊക്കെ റെഡ്യൂസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഏത് ടെക്സ്റ്റ് സമ്മറൈസ് ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് അനലൈസ് ചെയ്യുന്നതും ടെക്സ്റ്റ് ഡേറ്റയെ ആവശ്യത്തിനുള്ളത് മാത്രമായിട്ട് റെഡ്യൂസ് ചെയ്തെടുക്കുക. അങ്ങനെ സോ ഇറ്റ് ക്യാൻ ബി അനലൈസ് ഇൻ 2 ways. 2 തരത്തിൽ അനലൈസ് ചെയ്യാം. സിൻടാക്സ് പ്രോസസ്സിങ്ങും സെമാന്റിക് പ്രോസസ്സിങ്ങും. രണ്ടിന്റെ മീനിങ് നമുക്കറിയാന്നല്ലേ. എന്താ സിൻടാക്സ്? അതായത് ഓരോ ഡേറ്റയും കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ C പ്രോഗ്രാമിംഗ് ഒക്കെ ആദ്യം പഠിക്കുമ്പോൾ അതിന് സിൻടാക്സ് ഇല്ലേ. മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞു, കർലി ബ്രാക്കറ്റ് ഇട്ടു, വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു, അല്ലെ ഇനിഷ്യലൈസ് ചെയ്തു, ഇൻപുട്ട് ചെയ്തു, പിന്നെ ലോജിക് കൊടുത്തു, ലാസ്റ്റ് ഔട്ട്പുട്ട് ചെയ്തു, ക്ലോസ് ചെയ്തു. അങ്ങനെ ഒരു സിൻടാക്സ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ സിൻടാക്സ് എറർ ഉണ്ടോ എന്ന് ആദ്യമേ നോക്കുക. സിൻടാക്സിൽ അത് അനലൈസ് ചെയ്യുക. സിൻടാക്സിൽ പ്രോസസിംഗ് ഓഫ് ദി ടെക്സ്റ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ ടോക്കണൈസേഷൻ ആൻഡ് റിമൂവൽ ഓഫ് സ്റ്റോപ്പ് വേർഡ്സ്. സ്റ്റോപ്പ് വേർഡ്സ് ടോക്കണൈസേഷൻ വഴി റിമൂവ് ചെയ്യാം. അതിനെ അതായത് എങ്ങനെയാണെന്നുള്ളതിനെ ഒരു സിൻടാക്സ് പ്രോസസ് ചെയ്യാം. സിൻടാക്സ് കറക്റ്റ് ആണോ നോക്കി പ്രോസസ് ചെയ്യാം. ഇനി സെമാന്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ സെമാന്റിക് എന്തായിരിക്കും? അതായത് ഇറ്റ് റീറ്റെയിൻ ദി മീനിങ് ഓഫ് എ ടെക്സ്റ്റ്. ടെക്സ്റ്റിന്റെ അർത്ഥം നിലനിർത്തിക്കൊണ്ട് അതിനെ സെമാന്റിക് പ്രോസസ്സിംഗ് ചെയ്യാം. ദി ഡിഫറെന്റ് ടെക്നിക്സ് ആർ അപ്ലൈഡ് ഫോർ സെയിം സെന്റൻസ് ഹാസ് എ മെയിൻ ലോക്കൽ കൺസെപ്റ്റ് കോൾഡ് എ പ്രെഡിക്കേറ്റ്. Arguments of the predicate can be extracted from other parts of a sentence. അതായത് ഒരു സെന്റൻസ് എടുത്താൽ അതിനൊരു പ്രെഡിക്കേറ്റ് കാണും, അതിനകത്ത് ആർഗ്യുമെന്റ്സ് കാണും. അതായത് നമ്മൾ ഈ ഇംഗ്ലീഷ് നമ്മൾ ഗ്രാമർ ഒക്കെ ഉപയോഗിക്കും. പ്രെഡിക്കേറ്റ്, അതുപോലെ സെന്റൻസ് എങ്ങനെയാണ് എഴുതുന്നത്, ആർഗ്യുമെന്റ്സ് എങ്ങനെയാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രാമറിനകത്ത് പഠിച്ചിട്ടില്ലേ. അപ്പൊ അതായത് അർത്ഥം നിലനിർത്തിക്കൊണ്ട് ഡേറ്റയെ സെമാന്റിക് പ്രോസസ്സിംഗ് നടത്തുക. അതായത് എന്നാൽ അർത്ഥം മാറിപ്പോകാത്ത രീതിയിൽ അങ്ങനെ 2 രീതിയിൽ എന്ത് ചെയ്യാം? ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ടെക്സ്റ്റുകൾക്ക് കൊടുക്കാം. പിന്നെ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സിംഗ്.
ടെക്സ്റ്റ് പ്രീ പ്രോസസ്സിംഗ് പറയുമ്പോൾ ടെക്സ്റ്റ് മൈനിങ് ഈസ് ദി പ്രോസസ് ഓഫ് ക്ലീനിങ് ഓഫ് ദി ഡേറ്റ. അതായത് ഡേറ്റയെ ക്ലീൻ ചെയ്യുക, ആവശ്യമില്ലാത്ത ഡേറ്റയെ കളയുക. ദാറ്റ് ഈസ് ഇറ്റ് ഇൻവോൾവ്സ് ടെക്സ്റ്റ് ഇൻ ക്ലീൻ അപ്പ്. ടെക്സ്റ്റ് പ്രീ പ്രോസസ്സിംഗ്, അതായത് ടോക്കണൈസേഷൻ, റിമൂവ് സ്റ്റോപ്പ് വേർഡ്സ്, സ്റ്റെമ്മിങ് ആൻഡ് നോർമലൈസേഷൻ എന്ന് പറഞ്ഞ പേര് കൊടുത്തിട്ടുണ്ട്. അതായത് ടോക്കണൈസേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് കൺവേർട്സ് ടെക്സ്റ്റ് ഇൻടു സ്മോൾ വേർഡ്സ് കോൾഡ് ടോക്കൺ സെപ്പറേറ്റഡ് ബൈ വൈറ്റ് സ്പേസസ്, ട്രാൻസ്ഫർ എ സ്ട്രിംഗ് ഇൻടു സിംഗിൾ ടെക്സ്റ്റുവൽ ടോക്കൺ, സെഗ്മെന്റേഷൻ ഓഫ് റണ്ണിംഗ് ടെക്സ്റ്റ് ഇൻടു സെന്റൻസ് ആൻഡ് വേർഡ്സ്. അതാണ് ടോക്കണൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എന്താണ്, ടെക്സ്റ്റിനെ ചെറിയ ചെറിയ, നമ്മളിപ്പോ ഒരു ലെങ്ത് ടെക്സ്റ്റിനെ ചെറിയ ചെറിയ വേർഡ്സുകളായിട്ട് കൊടുക്കുന്നു, എന്നിട്ട് സെപ്പറേറ്റഡ് ബൈ വൈറ്റ് സ്പേസ്, അല്ലെ, നമ്മൾ ബ്ലാങ്ക് സ്പേസ് ഓർ വൈറ്റ് സ്പേസ് ഇട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. അതിനുശേഷം സ്ട്രിങ്ങിനെ ഒരു സിംഗിൾ ടെക്സ്റ്റുവൽ ടോക്കൺ ആയിട്ട് കൊടുക്കാം. സ്ട്രിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് സ്ട്രിങ്. അതിന് നമ്മളൊരു സിംഗിൾ ടെക്സ്റ്റുവൽ ആയിട്ട് കൊടുക്കുന്നു. എന്നിട്ട് സെഗ്മെന്റേഷനെ നമ്മൾ സെന്റൻസുകളും വേർഡ്സുകളും ആക്കി മാറ്റുന്നു. അതാണ് ടോക്കണൈസേഷൻ ചെയ്യുന്നത്. പിന്നെയുള്ളത് കട്ടിങ് ടെക്സ്റ്റ് ഇൻ ടു പീസസ് കോൾഡ് ടോക്കൺസ്, അതല്ലേ, അതായത് ടെക്സ്റ്റിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നു. റിമൂവിങ് സർട്ടൻ ക്യാരക്ടേഴ്സ് സച്ച് ആസ് പങ്ക്ച്വേഷൻ പോലുള്ള മാർക്കുകളൊക്കെ കാണത്തില്ലേ, അതിനെല്ലാം റിമൂവ് ചെയ്ത് പോകുന്നു. എക്സാമ്പിൾ നോക്കിയ ടോക്കണൈസേഷന്റെ ദിസ് ഈസ് എ സാമ്പിൾ കൊടുത്തിരിക്കുന്നു. ടോക്കണൈസേഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ദിസ് ഈസ് എ സാമ്പിൾ. അത് ഓരോ ടോക്കൺ ആയിട്ട് അതിനെ എടുത്ത് വെച്ചിരിക്കുക. അങ്ങനെ ടെക്സ്റ്റിനെ പ്രീ പ്രോസസ് ചെയ്ത് മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നു. ആഫ്റ്റർ ദി പ്രോസസ് ഓഫ് ടോക്കണൈസേഷൻ ഡേറ്റ ഗ്രൂപ്പ് ഇൻടു ഗ്രാംസ്. അതായത് ഇങ്ങനെ ടോക്കണൈസേഷൻ ശേഷം ഡേറ്റയെ ഗ്രാം ആയിട്ട് വിടും. അതായത് ബൈഗ്രാം, ട്രൈഗ്രാം, എൻ ഗ്രാം വരെ. ബൈഗ്രാം മീൻസ് 2, ബൈ മീൻസ് 2, ട്രൈ മീൻസ് 3 ആണെന്നറിയാലോ. അപ്പൊ ബൈ മീൻസ് 2, സോ ഗ്രൂപ്പിംഗ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഡേറ്റ ടുഗദർ ടു കോൾഡ് ബൈഗ്രാംസ്. രണ്ട് ഡേറ്റയെ ഒരുമിച്ചാക്കുന്ന അല്ലെ ഗ്രൂപ്പ് ചെയ്യുന്ന നമുക്ക് ബൈഗ്രാം പറയാം. ട്രൈഗ്രാം മീൻസ് ഗ്രൂപ്പിംഗ് 3 കോൺസിക്യൂട്ടീവ് ഡേറ്റ ടുഗദർ ഈസ് കോൾഡ് ട്രൈഗ്രാം. ആൻഡ് എൻഗ്രാം, ഗ്രൂപ്പ് ഓഫ് എനി കോൺസിക്യൂട്ടീവ് ഡേറ്റ ടുഗദർ ടു ഫോം. അങ്ങനെ എത്ര വേണേലും ഗ്രൂപ്പുകളാകത്തില്ലേ. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഡേറ്റയെ സിന്റാക്സ് എറർ ഉണ്ടോ എന്ന് നോക്കുന്നു, സെമാന്റിക് പ്രോസസ്സിംഗ് നടത്തുന്നു, ദെൻ ടെക്സ്റ്റിനെ പ്രീ പ്രോസസ് ചെയ്യുന്നു. പ്രീ പ്രോസസ് ചെയ്യുമ്പോൾ നടക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ് ടോക്കണൈസേഷൻ. അതിനുശേഷം ഈ ടോക്കണൈസേഷൻ നമ്മൾ ഗ്രാം ആയിട്ട് മാറ്റുന്നു. ഡേറ്റ ആർ ഗ്രൂപ്പ് ഇൻടു ഗ്രാം, അതായത് 2 ആണോ 3 ആണോ എൻ ഗ്രാം വരെ പോകാം. ആ രീതി മാറ്റും. പോസ്റ്റ് tagging, part of speech tagging. It is step of tagging a label or word to every token generated in the previous step. It is the identification of entity. അതായത് പ്രീവിയസ് സ്റ്റെപ്പിലെ എല്ലാ ടോക്കണുകൾക്കും ഒരു ലേബൽ അല്ലെ വേർഡ് ടാഗ് ചെയ്ത് വെക്കുന്ന സ്റ്റെപ്പാണ് പോസ്റ്റ് ടാഗിങ്. അപ്പം എല്ലാ ടോക്കണുകളും ഇപ്പൊ നമ്മളൊരു കുറെ ടെക്സ്റ്റ് എടുത്ത് അതിനെല്ലാം എന്ത് ചെയ്യും, ഒരു ലേബലിങ് ടാഗ് ചെയ്ത് വെക്കും. According to the role of word in a sentence, it can be tagged as a noun, a verb, adjective, adverb, preposition. അതായത് ഒരു സെന്റൻസ് എടുത്താൽ അതിനെ എങ്ങനെയൊക്കെ ടാഗ് ചെയ്യാം, നൗണും വെർബും. ഇംഗ്ലീഷ് നമ്മുടെ ലാംഗ്വേജ് പഠിച്ചവർക്ക് അറിയാം. ഗ്രാമർക്ക് പറയാം നൗൺ എന്താ, വെർബ് എന്താ, അഡ്ജക്റ്റീവ് എന്താ, അഡ്വർബ് എന്താ, പ്രീപോസിഷൻ എന്താ അറിയത്തില്ലേ. അങ്ങനെയായിട്ട് എന്ത് ചെയ്യും, ടാഗ് ചെയ്ത് വെക്കും. അതിനുശേഷം കറക്റ്റ് ടാഗ് സച്ച് ആസ് നൗൺ, അതിനെ കറക്റ്റ് ചെയ്ത് കൂടെ വെക്കും. അതിനൊരു ഓർഡർ കാണുമല്ലോ, ആ ഓർഡറിലും വെക്കും. പിന്നെ പറയുന്ന വെക്ടർ ഫ്രം ടെക്സ്റ്റ്. വെക്ടർ എന്ന് പറഞ്ഞ എത്രയേ ഉള്ളൂ. ടെക്സ്റ്റ് വെക്ടറൈസേഷൻ ഇസ് ദി പ്രോസസ് ഓഫ് ടേണിംഗ് വേർഡ്സ് ആൻഡ് ഡോക്യുമെന്റ്സ് ഇൻടു മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ. നമ്മൾ കൊടുക്കുന്ന വേർഡ്സിനെയും ഡോക്യുമെന്റ്സിനെയും എന്താണ് മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്നു. അതാണ് വെക്ടർ ഫ്രം ടെക്സ്റ്റ്. ടെക്സ്റ്റിനെ വെക്ടർ ആക്കി വിടുക. അതിന് 2 മെത്തേഡ് ഉണ്ട്, ബാഗ് ഓഫ് വേർഡ്സും വെക്ടർ സ്പേസും. ബാഗ് ഓഫ് വേർഡ്സ്, വെക്ടർ സ്പേസ് നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ നമ്മൾ ഓർക്കുക, നമ്മൾ കൊടുക്കുന്ന ഡേറ്റയെ ഡയമെൻഷനാലിറ്റി എങ്ങനെയാണ് കുറയ്ക്കുന്നത്, അതായത് സിന്റാക്സ് പ്രോസസ്സിങ്ങും സെമാന്റിക് പ്രോസസ്സിങ്ങും നടത്തി കുറയ്ക്കാം. അതുകൂടാതെ ടെക്സ്റ്റിനെ പ്രീ പ്രോസസ് ചെയ്യുകയാണ്, ടോക്കണൈസേഷൻ ചെയ്ത് ഗ്രാം ആക്കി വെച്ചിട്ട് ഡേറ്റയെ ടാഗ് ചെയ്ത് വെക്കുന്നുണ്ട്. പോസ്റ്റ് ടാഗിങ്, ടാഗ് ചെയ്യുന്നത് വെർബ് നൗൺ അനുസരിച്ച് ടാഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ടെക്സ്റ്റിനെ വെക്ടറൈസേഷൻ ചെയ്യുക. വെക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ടേണിംഗ് വേർഡ്സ് ആൻഡ് ഡോക്യുമെന്റ്സ് ഇൻടു, വേർഡ്സിനെയും ഡോക്യുമെന്റ്സിനെ എന്തായിട്ട് മാറ്റുകയാണ്, മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻസ് ആക്കി മാറ്റുകയാണ്. അത് തൊട്ട് താഴെ ആ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതായത് 2 മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്, ബാഗ് ഓഫ് വേർഡ്സും വെക്ടർ സ്പേസും. നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, there are symbol of reviews of a comedy movie, so the reviews of the viewer get. അപ്പൊ നമ്മൾ ഒരു സൈറ്റിൽ കയറി ഒരു യൂട്യൂബിൽ ഒരു ചാനൽ കണ്ടിട്ട് നമ്മൾ അതിന്റെ റിവ്യൂ കൊടുക്കാറുമുണ്ട്, വായിക്കാറുമുണ്ട്, അല്ലെ. ചിലപ്പോൾ നമ്മൾ യൂട്യൂബിൽ കാണുമ്പം റിവ്യൂ എന്താണ്
സീൻ കാണാതെ നമ്മൾ അതിന്റെ റിവ്യൂവിലോട്ട് പോകും. റിവ്യൂ വായിച്ചിട്ട് പോയി സീൻ കാണും അല്ലേ? അപ്പൊ റിവ്യൂ കൊടുക്കുമ്പോൾ ഇപ്പൊ ഒരു മൂവിയുടെ റിവ്യൂ ഇവിടെ കൊടുത്തിരിക്കുന്നത് ദിസ് മൂവി ഹാസ് എ ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ ഒരാൾ കൊടുത്തിരിക്കുന്നത്. അടുത്ത ആൾ കൊടുത്തിരിക്കുന്നത് ദിസ് മൂവി ഈസ് ബോറിംഗ് ആൻഡ് ലോങ്. മൂന്നാമത് ആൾ കൊടുത്തിരിക്കുന്നത് ഇറ്റ് ഈസ് എ വൺ ടൈം വാച്ച് മൂവി. അങ്ങനെ ഓരോരുത്തർക്കും അവനവന് ഇഷ്ടമുള്ള റിവ്യൂ അല്ലേ കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തിരിക്കുന്നതിനെ യു ക്യാൻ ഈസിലി ഒബ്സർവ് 3 ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഓഫ് 3 ഡിഫറെന്റ് വ്യൂവേഴ്സ് അല്ലെ? 3 വ്യൂവേഴ്സിന്റെ 3 തരത്തിലുള്ള ഒരു ഒപ്പീനിയൻ ആണ്. യു ക്യാൻ സീ തൗസൻഡ്സ് ഓഫ് റിവ്യൂസ് അബൌട്ട് എ മൂവി ഓൺ ദി ഇന്റർനെറ്റില് 1000 ഒന്നും അല്ല ഇപ്പൊ അല്ലെ, എന്തുമാത്രം റിവ്യൂസ് വരാം. ഓൾ ദീസ് യൂസേഴ്സ് ജനറേറ്റഡ് ടെക്സ്റ്റ് can help us out to take out some interpretation of gauging that how a movie has performed. The above 3 reviews mentioned above cannot be given in a machine learning engine to analyze positive or negative reviews. So we apply some text filtering techniques like bag of words. അതായത് നമ്മൾ ഈ ഒരു റിവ്യൂവിനെ എങ്ങനെയാണ് ടെക്സ്റ്റിനെ ഫിൽട്ടർ ചെയ്യാൻ പോവുക. ഫിൽട്ടർ ചെയ്തിട്ടാണ് ഇത് ഇന്റേണലി ഇത് മെഷീൻ അത് സേവ് ചെയ്ത് വെക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെ ഫിൽട്ടർ ചെയ്യും? ഫിൽട്ടർ ചെയ്യുന്നതിന് നമ്മൾ ബാഗ് ഓഫ് വേർഡ്സ് BOW ഇത് പറയാൻ പറ്റും. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് മോഡൽ ഇൻ വിച്ച് ടെക്സ്റ്റ് ഈസ് റിട്ടൺ ഇൻ ദി ഫോം ഓഫ് നമ്പേഴ്സ്. ടെക്സ്റ്റിനെ നമ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് എ സെന്റൻസ് ആസ് എ ബാഗ് ഓഫ് വേർഡ്സ്. അത് വെക്ടർ ആക്കി മാറ്റി സ്ട്രിങ് ഓഫ് നമ്പേഴ്സ് ആക്കി മാറ്റും. അപ്പൊ നമ്മൾ ഈ കമ്പ്യൂട്ടറൊക്കെ ആദ്യം പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് കമ്പ്യൂട്ടറിനകത്ത് മെഷീൻ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന ഓരോ ക്യാരക്ടേഴ്സും 8 ബിറ്റുകളായിട്ടാണ് പോകുന്നതെന്നൊക്കെ നമുക്കറിയാം ഇല്ലേ? നമ്മൾ കൊടുക്കുന്ന ഓരോ ക്യാരക്ടേഴ്സും അല്ലേ? ഇപ്പൊ ഞാൻ A എന്ന് പറഞ്ഞ ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ Aയുടെ 8 ബിറ്റുകൾ അല്ലെ 1 ബൈറ്റ് ആയിട്ടാണ് അത് മെമ്മറി പോയി സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ പഠിക്കുമ്പോഴേ അങ്ങനെ പഠിച്ചു വരുന്നത്. അപ്പൊ ഇവിടെ അതേ സെയിം ഇത് തന്നെയാണ് പറയുന്നത്. നമ്മളിപ്പോ ഒരു റിവ്യൂ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ബിറ്റുകളായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഫിഗർ കൊടുത്തിരിക്കുന്നത് കണ്ടോ? അതായത് ഫസ്റ്റ് ദി വൊക്കാബുലറി ഓഫ് ഓൾ ദി യുണീക് വേർഡ്സ് ഇൻ അബോവ് 3 റിവ്യൂസ്. അപ്പൊ ആ 3 റിവ്യൂവിന്റെ വൊക്കാബുലറി എടുക്കുക. അതിനകത്ത് സെന്റൻസുകൾ ഓരോ നമ്മൾ എടുക്കുക. അതിനകത്ത് ദിസ് മൂവി ഹാസ് എ ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ, ദ ഈസ് ലോങ് ബോറിങ് ആൻഡ് ഇറ്റ് വൺ ടൈം വാച്ച് അല്ലെ? റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒന്നും എടുക്കുന്നില്ല. അല്ലാതെ ആ റിവ്യൂവിനകത്തെ എന്താണ് ഓരോ വേർഡ്സും യുണീക്ക് വേർഡ്സ് നമ്മൾ എടുത്തു. എന്നിട്ട് ആ ടേബിളിലോട്ട് നോക്കിയേ. ദിസ് മൂവി ഹാസ് എ അല്ലെ? 1 2 3 തൊട്ട് എവിടെ വരെ കൊടുത്തിട്ടുണ്ട്? 15 വരെ കൊടുത്തിട്ടുണ്ട്. ലെങ്ത് ഓഫ് റിവ്യൂസ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ദിസിന്റെ ഇപ്പം നമുക്ക് 3 റിവ്യൂ ഉണ്ട്. റിവ്യൂ 1, റിവ്യൂ 2, റിവ്യൂ 3. അതാണ് R1, R2, R3 കൊടുത്തത്. റിവ്യൂ 1-നകത്ത് ദിസ് 2 തവണ വന്നിട്ടുണ്ട്. അപ്പം 2 1 ഇട്ട് കൊടുത്തിരിക്കുന്നത് കണ്ടോ? റിവ്യൂ 3-നകത്ത് ദിസ് ഇല്ല. ആദ്യത്തെ കോളത്തിൽ ദിസ് ഇല്ല, അതുകൊണ്ട് 0 കൊടുത്തു. അതായത് നമ്മൾ ഓരോ റിവ്യൂയിലും ഉള്ള വേർഡ് വേർഡെല്ലാം മുകളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ആ 3 റിവ്യൂവിലും വരുന്ന യുണീക്ക് വേർഡുകൾ മേളിൽ ടേബിളായിട്ട് ഫീൽഡ് നെയിംസ് ആയിട്ട് കൊടുത്ത് വെച്ചേക്കും. എന്നിട്ട് ഓരോ റിവ്യൂയിലും അത് വരുന്നുണ്ടെങ്കിൽ അവിടെ അതിനെ 1 ആയിട്ട് റെപ്രസെന്റ് ചെയ്യും, ഇല്ലെങ്കിൽ 0 ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. അങ്ങനെയാണ് വെക്ടർ എടുക്കുന്നത്. വെക്ടറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ് ചെയ്യുന്നത്. അപ്പൊ വെക്ടർ ഓഫ് R1 എന്ന് പറയുന്നത് നോക്കി 1 2 3 4 5 6 7 8 അല്ലെ? 8 1 കഴിഞ്ഞിട്ട് അത് 8 1-ന്റെ അവിടെ എന്താണ് വൊക്കാബുലറി ഓഫ് വേർഡ്സ് വന്നിട്ടുണ്ട്. ബാക്കി ഒന്നും ഇല്ലാത്തത് നൾ വാല്യൂ ആണ്, 0 ഇട്ടു. ഇനി റിവ്യൂ ഓഫ് 2-നോ 1 0 1 പിന്നെ കുറെ 0 1 1. അതായത് അതേ കറസ്പോണ്ടിങ് ആ ടേബിൾ നോക്കിയാൽ മനസ്സിലാക്കുന്ന കാര്യമാണ്. അതിന് വരുന്നിടത്ത് മാത്രം 1 ഇട്ട് കൊടുക്കുക. റിവ്യൂ ഓഫ് 2-ല് ദിസ് മൂവി ഈസ് ബോറിംഗ് ആൻഡ് ലോങ് എന്ന് പറഞ്ഞിട്ട് മാത്രം 1 ഇട്ട് കൊടുത്തു. ബാക്കി നമ്മൾ കുറെ ഫീൽഡുകൾ ഉണ്ടല്ലോ, അവിടെ എല്ലാം 0 ഇട്ട് കൊടുത്തു. അതായത് അങ്ങനെ വെക്ടർ 3-യും അല്ലെ റിവ്യൂ 3-യും അങ്ങനെ തന്നെ എഴുതി. അതായത് മാത്തമാറ്റിക്കലി അതിനെ 0 1 ഇട്ട് റെപ്രസെന്റ് ചെയ്ത് വെച്ചു. അങ്ങനെ ദിസ് ബേസിക് ഐഡിയ ഓഫ് BOW മോഡൽ ഈസ് ഐഡന്റിഫൈ proper nouns, persons, locations, organization and name the identity. അപ്പൊ ഇങ്ങനെയാണ് ഡേറ്റയെ ഇന്റേണലി നമുക്ക് റെപ്രസെന്റ് ചെയ്ത് വരുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു യൂട്യൂബിൽ കയറി ചാനൽ കണ്ട് റിവ്യൂ എടുത്ത് ഹായ് ഗുഡ് എന്ന് പറഞ്ഞാൽ ഗുഡ് എന്ന് പറയുമ്പോൾ ഗുഡിന് നേരെ വരുന്ന വൊക്കാബുലറി ഏതോ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിന് 1 കൊടുക്കും അല്ലെ? അപ്പൊ നമ്മളൊരു സെന്റൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് ഇന്റേണലി വെക്ടർ ആയിട്ട് എങ്ങനെ പ്രോസസ് ചെയ്യുന്നതാണ് ഈ കാണിച്ചത്. ഓക്കെ ആണല്ലോ? ഇനി term frequency or inverse document frequency, TF or IDF. It is a measure to represent the count or number of occurrences in a document from any time. അതായത് ഒരു ഡോക്യുമെന്റില്
ആ ഒരു ടേം എത്ര തവണ വന്നു, അതിന്റെ ഒക്കറൻസ് എത്ര തവണ വന്നു എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഏതാണ് ഈ ഒരു ടേം ഫ്രീക്വൻസി അല്ലെ ഇൻവേഴ്സ് ഡോക്യുമെന്റ് ഫ്രീക്വൻസി കൊടുക്കുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കുന്ന ടി ഓഫ് എഫ് ടി ഡി ഈസ് ഈക്വൽ ടു എൻ ഓഫ് ടി ഡി ബൈ നമ്പർ ഓഫ് ടേംസ് ഇൻ എ ഡോക്യുമെന്റ്. അങ്ങനെ ഒരു ഇക്വേഷൻസ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇനി അതായത് ഇപ്പൊ അവിടെ സിമിലാർലി 1/8 കണ്ടത് എങ്ങനെയാണ്? നമുക്കൊരു കാൽക്കുലേറ്റ് ചെയ്യാം. റിവ്യൂ 1 വെച്ചൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. റിവ്യൂ 1 എന്ന് പറഞ്ഞാൽ ദിസ് മൂവി ഹാസ് എ ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ എന്നല്ലേ റിവ്യൂ 1 പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പം അവിടെ എത്ര ക്യാരക്ടേഴ്സ്, എത്ര വേർഡ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. ഇപ്പൊ നമ്പർ ഓഫ് വേർഡ്സിന്റെ റിവ്യൂ 8 എന്നല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്പർ ഓഫ് വേർഡ്സ് ഫോർ ദിസ് അല്ലെ 8 വന്നു. അപ്പം നമുക്ക് ഒരു റിവ്യൂ അല്ലേ ഉള്ളത്. അപ്പൊ 1/8. അങ്ങനെ അതിന്റെ ഒരു ഇക്വേഷൻ വെച്ചൊക്കെ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. പിന്നെ ഉള്ളത് ഇൻവേഴ്സ് ഡോക്യുമെന്റ് ഓഫ് ഫ്രീക്വൻസി ടു മെഷർ ദി ഫൈൻഡ് ഔട്ട് ദി ഒക്കറൻസ് ഓഫ് വേർഡ്സ് ഇൻ നമ്പർ ഓഫ് ഡോക്യുമെന്റ്സ്. ഒരു ഡോക്യുമെന്റ്സിൽ എത്ര തവണ വരുന്നുണ്ടെന്ന്, മറ്റേതാണ് ഒരു റിവ്യൂവിൽ എത്ര വരെ വരുന്നുള്ളതാണ് ടേം ഫ്രീക്വൻസി കൊണ്ട് പറയുന്നത്. ഇനി IDF ഇൻവേഴ്സ് ഡോക്യുമെന്റ് ഫ്രീക്വൻസി പറഞ്ഞാൽ ഒരു റിവ്യൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു മൂവിയിലൂടെ 3 റിവ്യൂ വന്നിട്ടുണ്ടെന്നല്ലേ പറയുന്നത്. അപ്പൊ 3/3 പിന്നെ ഏത് വേർഡാണോ? അപ്പൊ മൂവി എത്ര തവണ വന്നിട്ടുണ്ട്? മൂവി 3 തവണ ഉണ്ടെങ്കിൽ 3/3. പീസ് 2 തവണ ഉണ്ടെങ്കിൽ 3/2. അങ്ങനെ നമുക്ക് എന്താണ് ഇതിന്റെ ഒരു മാത്തമാറ്റിക്കലി നമുക്ക് ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്ത് വെക്കാന്നുള്ള സ്കോറ് കാണിക്കുന്നു. അത് 2 ടേം ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഒന്നാമത്തെ ടേം ഫ്രീക്വൻസി ഓർത്താൽ മതി. ഒരു റിവ്യൂവില് എത്ര എണ്ണം വന്നു. മറ്റേത് ഇൻവേഴ്സ് ആകുമ്പോൾ ആ ഒരു റിവ്യൂ, അതായത് 10 റിവ്യൂ ഉണ്ട്, 10 റിവ്യൂവില് ഇന്ന വേർഡ് എത്രയാണ് ഫ്രീക്വന്റ് ആയിട്ട് ഒക്കറൻസ് വന്നെന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് 12.4 ഹെഡിങ് പറഞ്ഞ ടെക്സ്റ്റ് മൈനിങ് അപ്രോച്ചസ്. ഏതൊക്കെ അപ്രോച്ചസ് യൂസ് ചെയ്യാം? ന്യൂമറൈസിങ് ടെക്സ്റ്റ്, പിന്നെ ലെമറ്റൈസേഷൻ. അങ്ങനെ 2 എണ്ണമാണ് അവിടെ പറയുന്നത്. ന്യൂമറൈസിങ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് ഡോക്യുമെന്റ്സ്, അതായത് പല അനലൈസിസ് ചലഞ്ചസ് ഇൻ പെർഫോമിംഗ് ടെക്സ്റ്റ് ഡാറ്റ അനലൈസിസ്. ടെക്സ്റ്റ് ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ ചലഞ്ചസ്, ലാർജ് നമ്പർ ഓഫ് ഡോക്യുമെന്റ്സ് കാണത്തില്ലേ? There is a large text documents containing huge amount of information. വലിയ ഡോക്യുമെന്റ് കാണും, ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റയും കാണും. The objective is to find out the concept of the document. We can only be extracted from the randomly selected few documents. അല്ലെ, അതിൽ നിന്നോട് നമ്മളൊരു കുറച്ച് മാത്രം സെലക്ട് ചെയ്യാൻ പറയുന്നത് അതിന്റെ ഒരു വലിയ ചലഞ്ച് ആയിട്ടാണ് പറയുന്നത്. പിന്നെ റിമൂവൽ ഓഫ് ഫ്യൂ ക്യാരക്ടേഴ്സ്, റെയർ വേർഡ്സ് ആൻഡ് നമ്പേഴ്സ്. സെക്കൻഡ് ചലഞ്ച് പറയുന്നത് ദി പ്രോസസിംഗ് ഓർ ഇൻഡെക്സിംഗ് ഓഫ് ദി ഡോക്യുമെന്റ് നീഡ്സ് പ്രോസസിംഗ് ഓർ ക്ലീനിങ് ഡേറ്റ. അതായത് നമുക്ക് ക്ലീൻ ചെയ്യുമ്പം ആവശ്യമില്ലാത്തവ റിമൂവ് ചെയ്യാനും റെയർ വേർഡ്സോ നമ്പേഴ്സിനോ ഒക്കെ റിമൂവ് ചെയ്യേണ്ടി വരും. അതും ഒരു ചലഞ്ചസ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ റിമൂവൽ ഓഫ് സ്റ്റോപ്പ് വേർഡ്സ്. സ്റ്റോപ്പ് വേർഡ്സ് എന്ന് പറയുന്നത് ഇൻ ടെക്സ്റ്റ് ഡാറ്റ മൈനിങ് അനലൈസിസ് നമ്പർ ഓഫ് വേർഡ്സ് ഫ്രീക്വൻസി ഈസ് കൗണ്ടഡ് and then number of times of the words appearing is counted. The documents are classified based on the frequency. In English language, stop words are referred to the, a, of, an, since. ഇങ്ങനെയുള്ളതിനെല്ലാം നമ്മൾ സ്റ്റോപ്പ് വേർഡ്സ് എന്ന് പറയുന്നത്. അതിനെ റിമൂവ് ചെയ്ത് കളയണം. അതായത് ഓൺലി നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് വേർഡുകൾ മാത്രം കൊടുക്കുക. അതായത് ദ, എ, ഓഫ്, ആൻ, സിൻസ് ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്റ്റോപ്പ് വേർഡ്സിനെ റിമൂവ് ചെയ്ത് കളയുക എന്ന് പറയുന്ന ഒരു വലിയൊരു ചലഞ്ച് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ അഡോപ്റ്റിംഗ് പ്രീ ഡിഫൈൻഡ് സ്റ്റോപ്പ് വേർഡ്സ് ഏതൊക്കെയായിരിക്കും? അതായത് ടെക്സ്റ്റ് മൈനിങ് എന്ന് പറഞ്ഞ ടെക്നിക് ഓഫ് ഡേറ്റ മൈനിങ് ഫോർ അനലൈസിസ് ഓഫ് വെബ് ഡേറ്റ. ഒരു സെന്റൻസ് ആണ് ടെക്സ്റ്റ് മൈനിങ്ങിനെ കുറിച്ച് നമ്മൾ കൊടുത്തിരിക്കുന്ന സെന്റൻസ് ആണ് എ ടെക്നിക് ഓഫ് ഡേറ്റ മൈനിങ് ഫോർ അനലൈസിസ് ഓഫ് വെബ് ഡേറ്റ. അതിനെ സ്റ്റോപ്പ് വേർഡ്സ് റിമൂവ് ചെയ്ത് എന്ത് ചെയ്യും? ടെക്സ്റ്റ് മൈനിങ് വരും, ടെക്നിക്ക്, ഡേറ്റ മൈനിങ്, അനലൈസിസ്, വെബ് ഡേറ്റ. അതായത് എന്റെ എയും ഓഫും ഈസും അങ്ങനെയുള്ള ഫോറും എല്ലാം റിമൂവ് ചെയ്ത് കളയുക. ദി മൂവി വാസ് അല്ലെ, അപ്പൊ ദി വാസും കളയുക. ദി പ്രോഡക്റ്റ് ക്വാളിറ്റി ഈസ് ബാഡ്. പ്രോഡക്റ്റും ക്വാളിറ്റിയും ബാഡ് മാത്രം, കംപ്ലീറ്റ്ലി ആ വേർഡ് മാത്രം എടുക്കുക. ബാക്കി സ്റ്റോപ്പ് വേർഡ്സിനെല്ലാം റിമൂവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയൊരു ചലഞ്ചാണ്. പിന്നെ സിനോണിമംസ് ഐഡന്റിഫിക്കേഷൻ. അത് സിമിലാർലി ഫോർ ടെക്സ്റ്റ് മൈനിങ് അനലൈസിസ് സിനോണിമം ഓഫ് ദി വേർഡ് ആർ ഐഡന്റിഫൈഡ്. These words are then combined for indexing. അതായത് സിനോണിമത്തിനെ ഐഡന്റിഫൈ ചെയ്യണം. സിനോണിമം, ആന്റോണിമം എന്നൊക്കെ പറയാൻ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചില്ലേ? പര്യായ പദം, വിപരീത പദം എന്നൊക്കെ പറയാം. സിനോണിമം എന്ന് പറഞ്ഞാൽ പര്യായ പദം. ഇപ്പൊ ഒരേ മീനിങ് വരുന്ന വേർഡ്സുകൾ അതിനെ കണ്ടുപിടിക്കുക. പിന്നെ സ്റ്റെമ്മിങ് അൽഗോരിതംസ്. സ്റ്റെമ്മിങ് എന്ന് പറഞ്ഞാൽ
algorithms in another pre-processing step before indexing of documents in text mining enables to reduce reduction of irrelevant words from the main word of text. ആവശ്യമില്ലാത്ത വേർഡ്സ് കാണും ഒരു മെയിൻ ടെക്സ്റ്റിൽ, അതിനെ നമ്മൾ സ്റ്റെമ്മിങ് മീൻസ് കട്ട് ചെയ്യുക എന്നല്ലേ പറയും അല്ലെ. സ്ലൈസിങ് ദി എൻഡ് ഓർ ബിഗിനിങ് ഓഫ് വേർഡ്സ്, ഒരു വേർഡ്സിന്റെ ബിഗിനിങ്ങിൽ നിന്നോ അല്ലെ എൻഡിൽ നിന്നോ സ്ലൈസ് ചെയ്ത് കളയുക, കട്ട് ചെയ്ത് കളയുക. ഇന്റന്റ് ഓഫ് റിമൂവിങ് അഫിക്സസ് അല്ലെ, അഫിക്സസ് കളയുക, അതായത് പ്ലേയിങ് പ്ലേ ആക്കുക, ന്യൂസ് ന്യൂ ആക്കുക. അങ്ങനെ നമുക്ക് സ്റ്റെമ്മിങ് കൊടുക്കാം. അതായത് പ്രോഗ്രാമിംഗ്, പ്രോഗ്രാംസ്, അതുപോലെ പ്രോഗ്രാമർ ക്യാൻ റെഡ്യൂസ്. നമുക്ക് വേണേൽ പ്രോഗ്രാം മാത്രം കൊടുക്കത്തില്ലേ, പ്രോഗ്രാമിംഗ്, പ്രോഗ്രാമർ, പ്രോഗ്രാംസ്, ഇതിനെല്ലാം നമ്മൾ പ്രോഗ്രാം എന്ന് പറഞ്ഞ് സ്റ്റെം ചെയ്തെടുക്കുക. അതായത് സ്റ്റെം എന്താ ചെയ്യുന്നത്, റിമൂവിങ് ലാസ്റ്റ് ഫ്യൂ ക്യാരക്ടേഴ്സ് ഫ്രം എ വേർഡ്, ഒരു വേർഡിന് ലാസ്റ്റ് ഫ്യൂ ക്യാരക്ടേഴ്സ് റിമൂവ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഇത് എന്ത് ചെയ്യും, തെറ്റായ മീനിങ്ങിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അല്ലെ. ഇപ്പൊ ന്യൂസ് ന്യൂ ആയാൽ രണ്ട് വാക്കല്ലേ, ന്യൂസ് വാർത്തയാണ്, ന്യൂ പുതിയതാണ്. പക്ഷെ പ്ലേയിങ് നമുക്ക് പ്ലേ ആക്കാം, പ്ലേയിങ് കളിക്കുന്നു, പ്ലേയിങ് കളി അല്ലെ, അങ്ങനെ വേണേ ആക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റെമ്മിങ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. അപ്പൊ ലെമറ്റൈസേഷൻ വരാം, റിഡക്ഷൻ ഓഫ് വേർഡ് ഇറ്റ് ഹാസ് ബേസ് ഫോം ഗ്രൂപ്പിംഗ് ടു ദ ഡിഫറെന്റ് ഫോംസ് ഓഫ് ദി സെയിം വേർഡ് അല്ലെ. ലെമറ്റൈസേഷൻ വേർഡിന്റെ മീനിങ് നോക്കിയിട്ട് അർത്ഥവത്തായ രൂപത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ലെമറ്റൈസേഷൻ കൊണ്ട് പറയുന്നത്. അതായത് വോക്കിംഗ്, വോക്ക്ഡ് ഇങ്ങനെയൊക്കെ പറയണം. നമുക്കതിനെ വോക്ക് എന്ന് വേണേൽ കൊടുക്കാം, കെയറിങ് ആണെങ്കിൽ കെയർ എന്ന് വേണേൽ കൊടുക്കാം അല്ലെ. അപ്പൊ നമ്മള് മീനിങ് നഷ്ടപ്പെടാത്ത രീതിയിൽ വേണം ചെയ്യണം. അപ്പൊ ഇതൊക്കെ എന്താണ്, ടെക്സ്റ്റ് മൈനിങ് അപ്രോച്ചസിന്റെ ചലഞ്ചസ് ആണ് ഇങ്ങനെയൊക്കെ ആക്കുന്നതിന്. നെക്സ്റ്റ് പറയുന്നത് വെബ് മൈനിങ്. വെബ് എങ്ങനെ മൈൻ ചെയ്യാം. അപ്പൊ നമ്മൾ ഡാറ്റ മൈനിങ് പഠിച്ചു, ടെക്സ്റ്റ് മൈനിങ് പഠിച്ചു, ദെൻ വെബ്. വെബ് മൈനിങ് ആസ് ദി നെയിം സജസ്റ്റ് ദാറ്റ് ഇറ്റ് ഇൻവോൾവ്സ് മൈനിങ് ഓഫ് വെബ് ഡാറ്റ. അതായത് വെബിൽ കിടക്കുന്ന ഡാറ്റയെ എങ്ങനെ മൈൻ ചെയ്യാം, അതിന് മൈനിങ് ടെക്നിക്ക് യൂസ് ചെയ്യുക. ഇറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ബേസ്ഡ് ഓൺ ഡാറ്റ മൈനിങ് ടെക്നിക്സ്. വെബ് പേജസ് ആർ ഹൈപ്പർ ലിങ്ക്സ്, ടെക്സ്റ്റ് കണ്ടന്റ് ഓഫ് വെബ് പേജസ്, ലിങ്ക്ഡ് യൂസർ ആക്ടിവിറ്റി ബിറ്റ്വീൻ വെബ് പേജസ് അത് സെയിം വെബ്സൈറ്റ് പറയുമ്പോൾ അല്ലെ. നമ്മളൊരു വെബ് പേജിൽ എടുത്താൽ പല ഹൈപ്പർ ടെക്സ്റ്റുകളും ഹൈപ്പർ ലിങ്കുകളും കാണാം. ചിലപ്പോൾ അത് സെയിം ലിങ്ക് ആ ഒരു സൈറ്റ് തന്നെ ഓപ്പൺ ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ വേറെ അനദർ ഡിഫറെന്റ് അല്ലെ സൈറ്റിലോട്ട് ഓപ്പൺ ചെയ്യുന്നതാകാം. ഓൾ ദീസ് ആക്ടിവിറ്റീസ് ആർ സ്റ്റോർഡ് ഇൻ എ വെബ് സെർവർ ലോഗ് ഫയൽ. നമ്മൾ എന്ത് ആക്ടിവിറ്റി ചെയ്താലും അതെല്ലാം എന്തായിരിക്കും, ആ വെബ് സെർവറിന്റെ ലോഗ് ഫയലില് സേവ് ചെയ്തിട്ടുണ്ടായിരിക്കും. Web mining can be referred to as a discovering interesting and useful information from a web content and usage. Web mining performs various tasks. എന്തൊക്കെയാണ് വെബ് മൈനിങ്ങിനകത്ത് നടക്കുന്നതാണ്. Generating patterns existing in some website like customer buying behavior or navigation of website. അതായത് വെബ് മൈനിങ് എന്ത് നടത്താം, നമ്മൾ കയറി ഫ്രീക്വന്റ് ആയിട്ട് ഒരേ സൈറ്റ് തന്നെ നോക്കുവാണെങ്കിൽ ആ കസ്റ്റമർ എപ്പോഴും അതിന്റെ ഒരു ബിഹേവിയർ അവർക്ക് മനസ്സിലാക്കി വെക്കും അല്ലെ, ആ സൈറ്റിനെ മനസ്സിലാക്കാൻ പറ്റും. ഓർ നാവിഗേറ്റിംഗ് വെബ്സൈറ്റ്. ഇപ്പൊ ഞാൻ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ കയറി ഒരേ പേജസ് തന്നെയാണ് എപ്പോഴും യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴേ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ വരുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. പിന്നെ വെബ് മൈനിങ് ഹെൽപ്സ് ടു റിട്രീവ് ഫാസ്റ്റർ റിസൾട്ട്സ് ഓഫ് ദി ക്വറീസ്. ഈ ആപ്പും ഗൂഗിൾ പോലെ സെർച്ച് എഞ്ചിനും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഫാസ്റ്റർ ആയിട്ട് ക്വറി ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഹെൽപ്സ് ടു ഇൻക്രീസ് ബിസിനസ് ആൻഡ് ട്രാൻസാക്ഷൻ. വെബ് മൈനിങ് എപ്പോഴും ബിസിനസിനെയും ട്രാൻസാക്ഷനെ എപ്പോഴും ഹൈലൈറ്റ് അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വെബ് മൈനിങ്ങിന്റെ ഫീച്ചേഴ്സാണ് പറയുന്നത്. വെബ് സെർച്ച്, ഗൂഗിൾ, യാഹു, MSN, ആസ്ക്, ഫ്രൂഗിൾ ഈസ് എ കമ്പാരിസൺ ഷോപ്പിംഗ്, ജോബ് അഡ്വർടൈസ്മെന്റ്, ഫ്ലിപ്പ്ബ്ലോഗ്, ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം വെബിലുണ്ട്. പിന്നെ വെബ് മൈനിങ് ഇറ്റ് ഹാസ് എ ടെക്സ്റ്റ് കണ്ടന്റ് ആൻഡ് ലിങ്കേജ് സ്ട്രക്ചർ എന്ന് പറയാം. അവിടെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഡാറ്റ മൈനിങ്, വെബ് സെർവർ കണ്ടെയ്ൻസ് ലോഗ് ഫയലുകള്, വെബ് പേജ് കണ്ടെയ്ൻസ് ഗ്രാഫ്സ് ലൈക്ക് സ്ട്രക്ചർ എന്നൊക്കെ പറയാം. അതേ വെബിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് നമ്മൾ എന്നും ഫ്രീക്വന്റ്ലി യൂസ് ചെയ്തുകൊണ്ട് നമുക്കറിയാം. ഒരു വെബ് എടുത്താൽ എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങളാണ് വരുന്നതെന്ന് നമുക്കറിയാം അല്ലെ. ആപ്ലിക്കേഷൻസ് ഓഫ് വെബ് മൈനിങ് ഇൻ ഇ-കൊമേഴ്സിനകത്ത് വരുന്ന ആപ്ലിക്കേഷൻ എന്തൊക്കെ, റെക്കമെൻഡേഷൻസ്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ അല്ലെ. അതായത് ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു കസ്റ്റമർ ടു ഇതൊക്കെ ബിസിനസ് ടു കസ്റ്റമർ നടക്കുന്ന സ്ഥാപനങ്ങളിൽ അല്ലെ സൈറ്റുകളുണ്ട്. ഇംപ്രൂവിംഗ് കോൺവെർസേഷൻ റേറ്റ്, നെക്സ്റ്റ് ബെസ്റ്റ് പ്രോഡക്റ്റ് ഓഫർ, അഡ്വർടൈസ്മെന്റ്സ് ഉണ്ട്, ഫ്രോഡ് ഡിറ്റക്ഷൻ ഉണ്ട്, ഇംപ്രൂവിംഗ് വെബ്സൈറ്റ് ഡിസൈൻ ആൻഡ് പെർഫോമൻസ്. ഇതെല്ലാം അതിന്റെ ഒരു വെബ് മൈനിങ്ങിന്റെ കൊമേഴ്സിലുള്ള ആപ്ലിക്കേഷൻസ് ആണ്. നെക്സ്റ്റ് വെബ് കണ്ടന്റ് മൈനിങ്.
കണ്ടന്റ് മൈനിങ് എന്ന് പറഞ്ഞ എത്രയേ ഉള്ളൂ. അതായത് വെബ് കണ്ടന്റ് മൈനിങ് ഇസ് യൂസ്ഡ് ടു ടേക്ക് ഔട്ട് ഇൻഫോർമേഷൻ ഡേറ്റ ഫ്രം വെബ് പേജസ്. ഇറ്റ് എക്സ്ട്രാക്ട്സ് ദി ഇൻഫോർമേഷൻ ആൻഡ് നോളജ് ഫ്രം ദി കണ്ടന്റ് ഓഫ് എ വെബ് പേജ്. അതായത് എന്താണ് അവിടെ കണ്ടന്റ് ഓഫ് വെബ് പേജ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ അൺനോൺ സ്ട്രക്ചേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ അൺസ്ട്രക്ചർ റോ ഡേറ്റയിൽ നിന്നോ ഇൻഫോർമേഷൻസ് എക്സ്ട്രാക്ട് ചെയ്ത പ്രോസസ്സാണ്. അപ്പൊ നമുക്ക് അൺനോൺ സ്ട്രക്ചറോ അൺനോൺ സ്ട്രക്ചർ റോ ഡേറ്റയോ ആകാം. അവിടെ നിന്ന് ഇൻഫോർമേഷൻസ് ഒക്കെ പ്രോസസ് ചെയ്യുന്ന ഒരു വെബ് കണ്ടന്റ് ആണ് ഇത് വെബ് കണ്ടന്റ് മൈനിങ്ങിനെ കുറിച്ച് പറയുന്നത്. വെബ് കണ്ടന്റ് മൈനിങ് അതിനെ കുറിച്ച് അവിടെ കൂടുതൽ പറയുന്നില്ല. നെക്സ്റ്റ് പറയുന്നത് വെബ് സ്ട്രക്ചർ മൈനിങ്. വെബ് സ്ട്രക്ചർ എന്ന് പറയുന്നത് വെബ് സ്ട്രക്ചറിനെ മൈൻ ചെയ്യുക. വെബ് സ്ട്രക്ചർ മൈനിങ് ഹെൽപ്സ് ടു വെബ് പേജസ് ടു എക്സ്ട്രാക്ട് നോളജ്. അതായത് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ വെബിൽ നിന്ന് ഇപ്പൊ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കണ്ടെത്തുന്ന ആപ്ലിക്കേഷൻ എടുക്കുക അല്ലെ. അങ്ങനെ ഇതാണ് വെബ് സ്ട്രക്ചർ മൈനിങ്. വെബിൽ നിന്ന് സ്ട്രക്ചേർഡ് ഇൻഫോർമേഷൻസ് കണ്ടെത്താനുള്ള ആപ്ലിക്കേഷൻസ് ആണ് വെബ് സ്ട്രക്ചർ മൈനിങ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് വലിയ ഡീപ്പായിട്ട് വേണ്ട. നെക്സ്റ്റ് പറയുന്നത് മൈനിങ് മൾട്ടിമീഡിയ ഡേറ്റ ഓൺ വെബ്. മൾട്ടിമീഡിയ ഡേറ്റയെ എങ്ങനെയൊക്കെ മൈൻ ചെയ്യാം അത് നോക്കാം. മൾട്ടിമീഡിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തൊക്കെ വോയിസ്, വീഡിയോ, ഓഡിയോ എല്ലാം ക്ലിപ്പിംഗ്സ് എല്ലാം വരുന്നതാണ് മൾട്ടിമീഡിയ. അപ്പൊ മൾട്ടിമീഡിയ ഡേറ്റയെ എങ്ങനെ മൈൻ ചെയ്യാം? വെബ്സൈറ്റ് ആർ ഫ്ലഡഡ് വിത്ത് മൾട്ടിമീഡിയ ഡേറ്റ ലൈക്ക് വീഡിയോ, ഓഡിയോ, ഇമേജ് ആൻഡ് ഗ്രാഫ്. അതായത് വെബ്സൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? ഫ്ലഡഡ് വിത്ത് മൾട്ടിമീഡിയ ഡേറ്റ അല്ലെ. മൾട്ടിമീഡിയ ഡേറ്റയുടെ ഒരു കൂട്ടമാണെന്ന്. ലൈക്ക് വീഡിയോ, ഓഡിയോ, ഇമേജസ് എല്ലാം ഉണ്ട്. ദിസ് മൾട്ടിമീഡിയ ഡേറ്റ ഹാസ് ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓരോന്നിനും ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. ദിസ് വീഡിയോ, ഇമേജ്, ഓഡിയോ ആൻഡ് പിക്ചേഴ്സ് ഹാവ് ഡിഫറെന്റ് മെത്തേഡ്സ് ഫോർ ആർച്ചീവിംഗ് ആൻഡ് റിട്രീവിംഗ് ദി ഇൻഫോർമേഷൻ. നമ്മളിപ്പോൾ ഓഡിയോ എടുത്താലും വീഡിയോ എടുത്താലും നമുക്ക് അത് എങ്ങനെയാണ് റിട്രീവ് ചെയ്യുന്നത്, ഒരു ഇൻഫോർമേഷൻസ് റിട്രീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിന് ഓരോ മെത്തേഡുകൾ കാണും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ വെബ് ബേസ്ഡ് മൈനിങ് ടെർമിനോളജീസും അൽഗോരിതംസോടെ യൂസ് ചെയ്യുന്നത് അത് മനസ്സിലാക്കാം. അതായത് ഈ വെബ് ബേസ്ഡ് മൈനിങ്ങിൽ മൾട്ടിമീഡിയ ഒക്കെ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുറെ അൽഗോരിതംസ് ഉണ്ട്. ഒന്ന് പേജ് റാങ്ക്, 2 ഹിറ്റ്സ്, 3 പേജ് ലേഔട്ട് അനലൈസിസ്, പിന്നെ വിഷൻ പേജ് സെഗ്മെന്റേഷൻ. അങ്ങനെ 4-5 പോയിന്റ്സിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് ഓരോ നോക്കാം. പേജ് റാങ്ക് ഫസ്റ്റ് വൺ. ദിസ് മെഷർ ഈസ് യൂസ്ഡ് ടു കൗണ്ട് ദി നമ്പർ ഓഫ് പേജസ് വെബ് പേജ് ഈസ് കണക്റ്റഡ് ടു അതർ വെബ്സൈറ്റ്. അതായത് ഒരു വെബ്സൈറ്റ് അല്ലെ ഒരു വെബ് പേജ് ഏതൊക്കെ വെബ്സൈറ്റുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് മെഷർ ചെയ്യാൻ പറ്റും. അതായത് ഗൂഗിൾ സെർച്ച് എഞ്ചിൻ യൂസസ് ദി അൽഗോരിതം പേജ് റാങ്ക് ആൻഡ് റാങ്ക് വെബ് പേജ് എവരി സിഗ്നിഫിക്കന്റ് ഈ ഫ്രീക്വന്റ്ലി കണക്റ്റഡ് വിത്ത് അതർ വെബ് പേജസ് ഓൺ ദി സോഷ്യൽ നെറ്റ്വർക്ക്. അതിപ്പോ ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിനിൽ പേജ് റാങ്ക് എന്ന് പറയുന്ന ഒരു അൽഗോരിതം കൊടുത്തിട്ടുണ്ട്. ആ അൽഗോരിതംസ് യൂസ് ചെയ്തുകൊണ്ട് അത് ഏതൊക്കെയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് പേജ് റാങ്ക് ചെയ്യാൻ പറ്റും. It works on the concept of probability distribution, representing the likelihood that a person on random click would reach any page. നമ്മളൊരു സൈറ്റിൽ കയറി റാൻഡം ആയിട്ട് ക്ലിക്ക് ചെയ്താൽ അത് ഏതൊക്കെ പേജിലോട്ട് പോകാം എന്നുള്ള കൺസെപ്റ്റ് പോലും എങ്ങനെയാണ് പേജ് റാങ്ക് എന്ന് പറയുന്ന അൽഗോരിതംസ് യൂസ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഐട്രേറ്റിംഗ്, ദിസ് മീൻസ് വർക്ക്സ് ഓൺ ഐട്രേഷൻ മുഖേന. അതായത് ഓരോ ക്ലിക്കിലും ഓരോ ഐട്രേഷൻ ലൂപ്പിംഗ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്, കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഐട്രേറ്റിംഗ് ഓർ repetition of page ranking process would help rank the web page closely reflecting into its true value. അതായത് ആ വെബ് പേജിന്റെ റാങ്ക് എങ്ങനെയാണെന്നുള്ളത് ഓരോ ക്ലിക്കിങ്ങിലും ഏതാണ് ഐട്രേഷൻ അല്ലെ റെപ്പറ്റീഷൻ പോർഷൻ നമുക്ക് ആ പേജ് റാങ്ക് എന്നുള്ള അൽഗോരിതംസ് യൂസ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുക. സെക്കൻഡ് വൺ പറയുന്നത് ഹിറ്റ്സ് മെഷേഴ്സ് യൂസ് ടു റേറ്റ് ദി വെബ് പേജ്. വെബ് പേജിന്റെ റേറ്റ് നമ്മളിപ്പോ ചില സൈഡിലൊക്കെ ഇടുമ്പോൾ റേറ്റ് എന്നൊക്കെ പറയാൻ കാണാറില്ലേ, എന്നിട്ട് കുറെ സ്റ്റാർ ഒക്കെ കാണാറില്ലേ. അപ്പൊ അത് ഹിറ്റ്സ് എന്ന് പറയുന്ന അൽഗോരിതംസ് യൂസ് ചെയ്യാണ്. അത് ഡെവലപ്പ് ചെയ്ത് ജോൺ കെയിൽബർഗ് ആണ്. ഇറ്റ് യൂസസ് ഹബ്സ് ആൻഡ് അതോറിറ്റീസ് ടു ഡിറ്റർമിൻ ഫ്രം എ വെബ് പേജ്. ഹബ്സ് ആൻഡ് അതോറിറ്റീസ് ഡിക്ലൈൻസ് റിക്കർസീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വെബ് പേജസ്. അതായത് വെബ് പേജിൽ ഒരു റിക്കർസീവ് റിലേഷൻഷിപ്പ് കൊടുക്കുന്നുണ്ട്. അതായത് റിക്കർസീവ് മീൻസ് റിക്കർഷൻ എ ഫംഗ്ഷൻ മേ കോൾ ഇറ്റ്സെൽഫ് അഗെയിൻ ആൻഡ് അഗെയിൻ അല്ലെ റിക്കർഷൻ നമ്മൾ പണ്ട് കഥ പഠിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന പോലെ റിക്കർസീവ് ഫംഗ്ഷൻ കൊടുത്തുകൊണ്ട് വെബ് പേജുകളെ റേറ്റിംഗ് മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അൽഗോരിതംസ് ആണ് ഹിറ്റ് എന്ന് പറയുന്നത്. ഇത് പറയുന്നത് പേജ് ലേഔട്ട് അനലൈസിസ്. ഇറ്റ് എക്സ്ട്രാക്ട്സ് ആൻഡ് മെയിൻറ്റെയിൻസ് ദി പേജ് ടു ബ്ലോക്ക് ടു പേജ് റിലേഷൻഷിപ്പ് ഫ്രം ലിങ്ക് സ്ട്രക്ചർ ഓഫ് വെബ് പേജസ്. അതായത് പേജ് ലേഔട്ട് അനലൈസിസ് ഉണ്ട്. നമ്മളിപ്പം പേജ് എന്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും, പേജ് ടു ബ്ലോക്ക് ചെയ്ത പേജുകൾ അല്ലെ ബ്ലോക്ക് ടു പേജ് റിലേഷൻഷിപ്പ് ഏതൊക്കെ വരുന്നുണ്ട് അതിനെയെല്ലാം നോക്കുന്നതാണ് പേജ് ലേഔട്ട് അനലൈസിസ്.
പിന്നെ പറയുന്നത് വിഷൻ പേജ് സെഗ്മെന്റേഷൻ. വിഷൻ പേജ് സെഗ്മെന്റേഷൻ അൽഗോരിതം എന്ന് പറഞ്ഞാൽ വിത്സ് ഫസ്റ്റ് എക്സ്ട്രാക്ട് ഓൾ ദി suitable blocks from HTML document, object model, tree, and then finds a separator between these blocks. അല്ലെ, ആദ്യമേ അതെന്ത് ചെയ്യും, എല്ലാത്തിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കും, വിഷൻ പേജ് സെഗ്മെന്റേഷൻ. എന്നിട്ട് ഓരോന്നിലും ഫൈൻഡ് ചെയ്ത് സെപ്പറേറ്റേഴ്സ് ബിറ്റ്വീൻ, ഇതിനകത്ത് ഓരോ ബ്ലോക്കിലും വരുന്ന സെപ്പറേറ്റേഴ്സ് ഏതാണെന്ന് കണ്ടുപിടിച്ച് വെക്കും. അതാണ് വിത്സ് ചെയ്യുന്നത്. You can understand simply by considering following points. Web page contain links and the links contain different semantic blocks point to pages of different topics. Web page ൽ ലിങ്ക് ഉണ്ട്, ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ബ്ലോക്കിലോട്ട് പോകും, അത് ഡിഫറെന്റ് പേജുകളിലോട്ടോ അല്ലെങ്കിൽ ഡിഫറെന്റ് ടോപ്പിക്കുകളിലോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. Calculate the significance of web page using algorithms, page rank, hits, split page in a semantic. അതായത് നമുക്ക് ആ ഒരു അൽഗോരിതംസ് യൂസ് ചെയ്തുകൊണ്ട് ആ വെബ് പേജിന്റെ റാങ്കിങ്ങോ റേറ്റിങ്ങോ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഓർക്കുക, നമ്മളൊരു സൈറ്റിൽ കയറി ഒന്ന് ക്ലിക്ക് ചെയ്താലും അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് പലതവണ ക്ലിക്ക് ചെയ്ത് പല ലിങ്കിൽ പോയാലും ഇതെല്ലാം കൗണ്ട് ചെയ്ത് പോകുന്നതാണ്. ഇതെല്ലാം ഒരു ലോഗ് ഫയലിലോട്ട് പോകും. അത് വെച്ചാണ് ആ സൈറ്റിന്റെ, അതായത് ഒരു യൂസർ എത്ര യൂസേഴ്സ് അത് കണ്ടു, അതാണ് റേറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെ, ഇപ്പൊ ആണെങ്കിൽ വ്യൂസ് കൂടെ ഉണ്ട്, എത്ര പേരത് വ്യൂ ചെയ്തെന്നൂടെ നോക്കി പോകും. നമ്മളിപ്പോ ഒരു ഏതെങ്കിലും യൂട്യൂബിൽ കയറി ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു റീല് കണ്ടിട്ട് നമ്മൾ ലൈക്ക് ചെയ്യാറില്ല, അല്ലെ ഷെയർ ചെയ്യാറില്ല, കമന്റ് കൊടുത്തില്ല. പക്ഷെ വ്യൂസിന്റെ എണ്ണം നോക്കി, നമുക്ക് ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കമന്റ് ചെയ്യോ ചെയ്ത് അവർക്ക് എങ്ങനെയാണ് അവർ കുറെ കൂടെ ഏൺ ചെയ്യുമെന്ന് മനസ്സിലാകും. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ കൊടുക്കാതെ വരും, അല്ലെ. പക്ഷെ വ്യൂസ് കൂടും. എപ്പോഴും വലിയ ഏത് റീൽ എടുത്ത് നോക്കിയാലും നമുക്കറിയാം വ്യൂസ് കൂടുതലല്ലേ. അല്ലെ, ഇതെല്ലാം ലോഗോ ഫയലില് ക്രിയേറ്റ് ചെയ്ത് പോകും. അതായത് അത് ഫ്രീക്വന്റ്, ഇപ്പം ഞാനൊരു യൂസർ കയറുമ്പോൾ എന്തായാലും ഇപ്പം നെറ്റിൽ എങ്ങനെ കയറെങ്കിലും എനിക്കൊരു ലോഗിൻ ഐ ഡി വെച്ചാൽ ഞാൻ കയറുന്നത്. നമ്മുടെ മൊബൈൽ ഫോൺ ആണെങ്കിൽ ഓൾറെഡി നമുക്ക് നമ്മുടെ മെയിൽ ഓപ്പൺ ആക്കിക്കും. അപ്പൊ നമ്മൾ ഏത് സൈറ്റിൽ കയറിയാലും ആ മെയിൽ വെച്ച് നമ്മൾ കയറി പോകുന്നത്. അപ്പം നമ്മളിപ്പോ എപ്പോഴും ഞാൻ ഫ്രീക്വന്റ് ആയിട്ട് ഇപ്പം എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഫുഡ് റെസിപ്പി ഞാൻ എപ്പോഴും സെർച്ച് ചെയ്യുന്നെങ്കിൽ, ഫുഡ് റെസിപ്പീസ് എല്ലാം ഇങ്ങനെ എപ്പോഴും സെർച്ച് ചെയ്യുന്ന ആ റീലുകൾ എപ്പോഴും കാണുന്നെങ്കിൽ, ഞാൻ എപ്പോ ഓപ്പൺ ചെയ്താലും ഫോൺ ഓപ്പൺ ചെയ്ത് യൂട്യൂബ് എടുത്ത് നോക്കിയാലും ഏതായിരിക്കും ഇങ്ങനെയുള്ള റെസിപ്പികളായിരിക്കും എപ്പോഴും വരുന്നത്. അതായത് അപ്പൊ ഞാൻ കയറുമ്പോഴേ അറിയാം അവിടെ ഞാൻ കയറിയിരിക്കുന്ന ഒരു ലോഗിൻ ഐ ഡി വെച്ചാണ് കയറിയത്, ജിമെയിലിന്റെ ഒരു ലോഗിൻ ഐ ഡി വെച്ചാണ് കയറിയിരിക്കുന്നത്. ആ ലോഗിൻ ഐ ഡി നിൽക്കുന്ന ആൾക്ക്, ആ യൂസർക്ക് ഇങ്ങനെയുള്ള സൈറ്റുകളാണ് ഇഷ്ടം. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ അത് വ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കയറുമ്പോഴേ ഇങ്ങനെയുള്ള പേജുകൾ വ്യൂ ചെയ്ത് വരുന്നത് നമുക്കറിയാം, അല്ലേ. അതായത് ഇതെല്ലാം ഒരു വെബ് പേജുകളെല്ലാം ഒരു ലോഗ് ഫയലിൽ സേവ് ചെയ്ത് വെക്കും. എന്നിട്ട് യൂസർ ഏതാണോ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അത് മാത്രം കയറി വരുന്നത്. അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ആവശ്യമില്ലാത്ത പേജുകളൊന്നും കയറി കാണാതിരിക്കുക. പേജ് റാങ്ക് ഹിറ്റ് ഒക്കെ മനസ്സിലായില്ലേ? അവിടെ അത്രേ പറയുന്നുള്ളൂ. നെക്സ്റ്റ് നമുക്ക് ഈ പേജ് റാങ്കിനകത്ത് ഓരോ, അതായത് വിപ്സ് അൽഗോരിതം നെക്സ്റ്റ് പേജിൽ ഡിറ്റർമിൻ ടെക്സ്റ്റ് ഓർ വെബ് പേജസിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഒരു ഇക്വേഷൻസ് ഒക്കെ വെച്ച് പറയുന്നുണ്ട്. അതായത് P = കേർലി ബ്രാക്കറ്റിനകത്ത് P1, P2, up to Pk എന്ന് പറഞ്ഞാൽ വേറെ K is the number of web pages. അത് ഒരു ആരും കണ്ടെങ്കിൽ അതിനകത്ത് എത്രമാത്രം പേജുകളിലോട്ട് പോയി, അത് P(k) വരെ കിടക്കുന്നു. B ആണെങ്കിൽ എത്രമാത്രം ബ്ലോക്കുകളിലോട്ട് പോയി, അതാണ് B. അങ്ങനെയുള്ള ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്താണ് VIPS അൽഗോരിതംസ് കണ്ടുപിടിക്കുന്നതെന്നാണ് പറയുന്നത്. അതിനുശേഷം പറയുന്ന ഓട്ടോമാറ്റിക് ക്ലാസിഫിക്കേഷൻ ഓഫ് വെബ് ഡോക്യുമെന്റ്സ്. എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി ക്ലാസിഫൈ ചെയ്യുന്നത്? അതായത് അവിടെ ഇപ്പൊ നമ്മൾ നോക്കിയാൽ ഫിഗർ ഒന്ന് നോക്കിയേ. ടൈപ്സ് ഓഫ് വെബ് ഡോക്യുമെന്റ്സ് കണ്ടെയ്ൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡേറ്റ. ബുക്സ്, ഇലക്ട്രോണിക്സ്, ഹോം കിച്ചൺ, ക്ലോത്തിങ്, മൂവി, ഹെൽത്ത്, സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടില്ലേ. The problem with the classification of web document is that every time the model is to be constructed by applying some algorithms to classify document is mammoth task. നമ്മളിപ്പോ ഒരു സൈറ്റിൽ കയറി ബുക്ക്, ഇലക്ട്രോണിക്സ്, അതായത് ഒരു സൈറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലാർജ് നമ്പർ ഓഫ് അൺഓർഗനൈസ്ഡ് വെബ് പേജസ് മേ ഹാവ് റിഡൻഡന്റ് ഡോക്യുമെന്റ്സ്, അല്ലെ. ഓർഗനൈസ് ചെയ്യാത്ത വെബ് പേജ് കയറിയാൽ നമുക്ക് ഒരുപാട് ഡോക്യുമെന്റ്സ് കാണാം. അപ്പൊ അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഒരെണ്ണത്തിനെ മാത്രം ക്ലാസിഫൈ ചെയ്യാന്ന് പറയുന്നത് നമുക്കൊരു പറ്റുന്ന കാര്യമല്ല. അപ്പം അങ്ങനെ മാമൂത്ത് ടാസ്ക് എന്ന് പറയുന്ന ലാർജ് ടാസ്ക് എന്നേ ഉള്ളൂ. അങ്ങനെ വരുമ്പോ അങ്ങനെയുള്ള സൈറ്റുകളെ ഓട്ടോമേറ്റ് ചെയ്യണം. ഓട്ടോമേറ്റ് ചെയ്യുന്ന ഓട്ടോമേറ്റ് ചെയ്താല് ഓരോ സെക്ഷനിലും ഇപ്പൊ നമ്മൾ ആമസോണിന്റെയോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലെ കയറുമ്പോൾ നമുക്കറിയാം, നമ്മൾ കയറി അവിടെ ടാബുകളുണ്ട്. ഓരോ ടാബിലും ക്ലിക്ക് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് അതാത് പേജുകളിലോട്ടല്ലേ പോകുന്നത്, അല്ല. ഞാനിപ്പോ കയറി
കിഡ്സ് ഐറ്റംസ്, കിഡ്സിന്റെ ഡ്രസ്സാണ് നോക്കുന്നത്, കിഡ്സിന്റെ ഡ്രസ്സ് തന്നെ പല വെറൈറ്റി കാണും. അതിൽ ഏതിലോട്ട് പോകണം എന്നുള്ള ജമ്പ് ചെയ്ത് അതായത് തന്നെ ഓട്ടോമാറ്റിക്കലി അതിനെ എന്താണ് ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുവാണ്. വെബ് ഡോക്യുമെന്റ്സ് ഓട്ടോമാറ്റിക്കലി ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുക. അല്ലെ വാച്ച് വാങ്ങിക്കാൻ കയറിയ വാച്ചിന്റെ തന്നെ സെക്ഷനിലോട്ട് പോകും. വാച്ചിന്റെ തന്നെ ലേഡീസ് വേണോ, ജെന്റ്സ് വേണോ, കിഡ്സ് വേണോ, അങ്ങനെ ഒരു സെക്ഷൻ കാണും. അങ്ങനെ തന്നെ സ്ട്രാപ്പ് ഉള്ളതാണോ അതോ ചെയിൻ ആണോ, അങ്ങനെയുള്ള സെക്ഷൻസ് കാണും. അതായത് അതിനെ ഓട്ടോമാറ്റിക്കലി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക. അതായത് ഓട്ടോമാറ്റിക് ക്ലാസിഫിക്കേഷൻ ഓഫ് വെബ് ഡോക്യുമെന്റ്സ് ഇമ്പോർട്ടന്റ് എന്നാണ് അതുകൊണ്ട് പറയുന്നത്. അതായത് ഇൻ ദി ഫിഗർ ബിലോ ഇറ്റ്സ് ഷോൺ ദാറ്റ് ഡോക്യുമെന്റ്സ് ക്യാൻ ബി കളക്ടഡ് ഫ്രം ഡിഫറെന്റ് സോഴ്സസ്. After the collection of documents, data cleansing is performed using extraction, transformation, and loading techniques. അല്ലേ? അപ്പൊ the documents can be grouped according to similar measures using GFIDF. അതായത് സെയിം ആയിട്ടുള്ളതിനെ റിവ്യൂ നോക്കിയോ ഒക്കെ നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, അങ്ങനെയുള്ളതിനെല്ലാം ഗ്രൂപ്പ് ചെയ്ത് വെക്കണം എന്നാണ് അവിടെ പറയുന്നത്. Automated document classification identifies documents and groups into relevant documents without an external effort. അത് ഒരു എക്സ്റ്റേണൽ എഫോർട്ട് എടുക്കാതെ അതിനെ ഓട്ടോമാറ്റിക്കലി വെബ് പേജുകളൊക്കെ ഓട്ടോമേറ്റഡ് ക്ലാസിഫിക്കേഷൻ ചെയ്ത് വെച്ചിരിക്കണമെന്ന്. അന്ന് നമ്മൾ പലതരത്തിലുള്ള ടൂൾസുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് മാർക്കറ്റില്. ടൂൾസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച റാപ്പിഡ് മൈനർ, അഷ്വർ, മെഷീൻ ലേണിംഗ് സ്റ്റുഡിയോ, ആമസോൺ സേജ് മേക്കർ, നൈം ആൻഡ് പൈത്തൺ, ഇങ്ങനെയുള്ള ടൂളുകളൊക്കെ യൂസ് ചെയ്ത് ഡോക്യുമെന്റുകളെയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഐറ്റംസിനെയൊക്കെ ഓട്ടോമാറ്റിക്കലി ക്ലാസിഫൈ ചെയ്ത് വെക്കണം എന്നാണ് വെബ് പേജിനെ കൊണ്ട് പറയുന്നത്. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ഹെഡിങ് വെബ് യൂസേജ് മൈനിങ്. അപ്പൊ വെബിന്റെ യൂസേജ് എങ്ങനെ മൈൻ ചെയ്യുന്നുണ്ട് അത് ഓർത്തോളുക. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, നമ്മൾ നോക്കുന്ന കാര്യങ്ങളെല്ലാം മൈൻ, അതായത് ലോഗ് ഫയൽ വരുന്നുണ്ടെന്ന്. Web usage mining. This term, web usage mining, is used to mine the data of weblog records. അതായത് ഡേറ്റ, നമ്മൾ ഏതൊക്കെ ഡേറ്റ നോക്കുന്നുണ്ട് വെബ്ലോഗ് റെക്കോർഡുകളിൽ അത് വ്യൂ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. It helps to find out the navigation and access patterns of the web page. വെബ് പേജിന്റെ ോട്ട് നമ്മൾ എങ്ങനെയാണ് പോകുന്നത്, അല്ലെ ഏതൊക്കെ പേജസ് എടുത്തിട്ടുണ്ട് എന്നെല്ലാം വരുന്നുണ്ട്. It uses web server log files to mine and track the behavior of the user. ഒരു യൂസറിന്റെ ബിഹേവിയർ ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വെബ് സെർവറിലെ ലോഗ് ഫയൽ എടുത്താൽ മതി. ആ വെബ് സെർവറിൽ ഒരു ലോഗ് ഫയൽ കാണും. ആ ലോഗ് ഫയലിൽ ഓരോ യൂസറും ഏത് ബിഹേവിയറിൽ പെട്ടതാണെന്ന് ആ ലോഗ് ഫയലിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. A weblog file contains all the information and data pertaining to websites and user activities. URL has a lot of information related with the IP address of the request generated and at what time request initiated. അതായത് ഒരു വെബ് പേജോടെ പറയുന്നത് അതായത് വെബ് യൂസേജ് മൈനിങ് എന്ന് പറയുന്ന ഇത്രയുള്ള കസ്റ്റമേഴ്സിന്റെ ബ്രൗസിംഗ് ഹിസ്റ്ററി നോക്കിക്കൊണ്ട് ബ്രൗസിംഗ് ആക്സസും പാറ്റേണും മനസ്സിലാക്കിക്കൊണ്ട് വെബ് സെർവർ ലോഗുകളിൽ നിന്നും യൂസ്ഫുൾ ഇൻഫോർമേഷനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ്. ഇന്ന സൈറ്റ് ഇന്നയാൾ ഇന്നത് കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ അതേ കൂടെയുള്ള സൈറ്റുകൾ കൂടുതൽ വരും. അതായത് നമുക്കിപ്പം ബിസിനസ്സിലൊക്കെ ഇങ്ങനെയുള്ള വെബ് സെർവർ ഫയലുകളൊക്കെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പൊ വെബ്സൈറ്റുകളുമായി പ്രവർത്തിക്കുന്ന എല്ലാ വിവരങ്ങളും ഡേറ്റയും എല്ലാം എന്തായിരിക്കും വെബ്ലോഗ് ഫയലിൽ ഉണ്ടായിരിക്കും. അതായത് IP അഡ്രസ് കാണും, റിക്വസ്റ്റ് വന്ന സമയമൊക്കെ എല്ലാം URL നിന്ന് എടുക്കാൻ പറ്റും. അതവിടെ പറയുന്നത് URL has a lot of information related to IP address of the request generated and what time the request is initiated. എപ്പോൾ URL എടുത്ത് അറിയാം ഏത് IP അഡ്രസ്സിൽ നിന്നാണ് ഒരു റിക്വസ്റ്റ് വന്നിരിക്കുന്നതും അവരെത്രമാത്രം എത്ര സമയം കൊണ്ട് ആ റിക്വസ്റ്റ് റിപ്ലൈ കൊടുത്തു എന്നുള്ളതും IP അഡ്രസ്, അതായത് URL എന്നറിയാം. അതായത് നമ്മളൊരു സിസ്റ്റത്തെ യൂസ് ചെയ്താൽ ഏത് ഇന്റർനെറ്റിലുള്ള ഏത് സിസ്റ്റം എടുത്താലും അതിനൊരു IP അഡ്രസ് ഉണ്ട്, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്സും ഉണ്ട്. ആ അഡ്രസ് യൂസ് ചെയ്ത് സൈബർ അങ്ങനെയുള്ള മേഖലകൾക്ക് അതാരാണ് യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ലൈക്ക് ആമസോൺ വിച്ച് ആൻ എക്കണോമിക് വെബ്സൈറ്റ് വേർ മില്യൺസ് ഓഫ് ട്രാൻസാക്ഷൻ ടേക്സ് പ്ലേസ്. അല്ലെ, ആമസോൺ വെബ്സൈറ്റിൽ ഒരു ദിവസം തന്നെ മില്യൺസ് ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ട്. സോ ഹ്യൂജ് നമ്പർ ഓഫ് വെബ്ലോഗ് എൻട്രീസ് ആർ റെക്കോർഡഡ് ജിഗാബൈറ്റ്സ് എവരി ഡേ. ഓരോ ദിവസവും ജിഗാബൈറ്റ്സ് ഓഫ് റെക്കോർഡുകൾ ആയിരിക്കും സ്റ്റോർ ചെയ്ത് പോകുന്നത്. അപ്പം അതെല്ലാം ഇവിടെ വരും. It is quite important to have efficient web mining techniques to generate relevant information in less time. ഒരു എഫിഷ്യന്റ് ആയിട്ട് ഒരു
വെബ് മൈനിങ് ടെക്നിക്ക് യൂസ് ചെയ്യുവാണെങ്കിൽ ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് റെലവന്റ് ഇൻഫർമേഷൻസ് എടുക്കാൻ പറ്റുന്നത്. വെബ് മൈനിങ് ടെക്നിക്സ് ഇൻവോൾവ്സ് taking out knowledge from raw data stored in a weblog file. The weblog data is ready after pre-processing of data. Data pre-process ചെയ്തതിനു ശേഷമാണ് വെബ്ലോഗ് ഫയൽ റെഡി ആയിട്ടിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് സോഴ്സ് എന്ന് പറയുന്നത് URL അത് IP അഡ്രസ് കാണും, ടൈം കാണും, വെബ് പേജ് കണ്ടന്റ് കാണും. അതായത് മൾട്ടി ഡയമെൻഷണൽ ക്യൂബിന്റെ ഡയമെൻഷൻ ഉപയോഗിച്ചാണ്. അത് അവിടെയൊക്കെ എന്തായിരിക്കും, മൾട്ടി ഡയമെൻഷണൽ ക്യൂബുകളായിരിക്കും യൂസ് ചെയ്യുന്നത്. Using the information of a weblog, a multi-dimensional cube is constructed. പിന്നെ ഒലാപ്പ് ടൂളുകളും കാണും. ഈ ഒലാപ്പ് ടൂളും മൾട്ടി ഡയമെൻഷണൽ ക്യൂബുകളും ഒക്കെ വെച്ചുകൊണ്ട് URL നിന്നുകൊണ്ട് ആരാണ് ഏത് സമയത്താണ് ഈ IP അഡ്രസ് യൂസ് ചെയ്ത് കയറിയത് എന്ന്, അല്ല ഏത് സൈറ്റാണ് യൂസ് ചെയ്തത് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. വെബ്ലോഗ് ഫയൽസ് ആർ ഹെൽപ്ഡ് യൂസ്ഡ് ടു അനലൈസ് സിസ്റ്റം പെർഫോമൻസ്, വെബ് ക്യാഷിംഗ്, ഐഡന്റിഫൈങ് വെബ് പേജ്, അണ്ടർസ്റ്റാൻഡിങ് ദി നേച്ചർ ഓഫ് വെബ് ട്രാഫിക് and purpose of that network behavior. അത് വെബ്ലോഗ് ഫയൽസ് എന്തൊക്കെ കാണാൻ പറ്റും, അനലൈസ് സിസ്റ്റം പെർഫോമൻസ്, ആ സിസ്റ്റത്തിന്റെ പെർഫോമൻസ് കണ്ടുപിടിക്കാൻ പറ്റും. വെബ് ക്യാച്ചിങ്, അതായത് ഇപ്പൊ ക്യാഷിങ് അല്ല അതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഐഡന്റിഫൈ വെബ് പേജസ്, ഏതൊക്കെ വെബ് പേജുകൾ ഉണ്ടെന്നും, അതുപോലെ അണ്ടർസ്റ്റാൻഡ് ദി നേച്ചർ ഓഫ് വെബ് ട്രാഫിക്, ആ ഒരു വെബ്സൈറ്റിലെ ട്രാഫിക്കുകളെ കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതുപോലെ പർപ്പസ് ഓഫ് ദാറ്റ് നെറ്റ്വർക്ക് ബിഹേവിയർ, ആ ഒരു നെറ്റ്വർക്ക് വരുന്ന നെറ്റ്വർക്കിന്റെ ബിഹേവിയർ, ഇതെല്ലാം വെബ്ലോഗ് ഫയലുകളിലുണ്ട്. ഫോർ എക്സാമ്പിൾ, സം സ്റ്റഡീസ് ഹാവ് പ്രൊപ്പോസ്ഡ് അഡാപ്റ്റീവ് സൈറ്റ്സ്, വെബ്സൈറ്റ് ദാറ്റ് ഇംപ്രൂവ്സ് themselves by learning from users' access pattern. Weblog analysis may also help build customized web services for individual users. ഓരോന്നിലും ഓരോ വെബ് സർവീസും ഇൻഡിവിജ്വൽ യൂസേഴ്സിന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള വെബ് സർവീസുകളൊക്കെ വെബ്ലോഗ് അനലൈസിസ് കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് അതായത് നമ്മളിപ്പം വെബ് യൂസേജ് മൈനിങ് എന്ന് പറഞ്ഞാൽ ഏതാണ് ലോഗ് ഫയലുകളിൽ നമ്മൾ ചെയ്യുന്ന ഡേറ്റ എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലോഗ് ഫയലിൽ നിന്നാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വിവരങ്ങൾ URL യൂസ് ചെയ്തുകൊണ്ട് എടുക്കാൻ പറ്റും. URL മീൻസ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ അല്ലെ, അത് യൂസ് ചെയ്തുകൊണ്ട് IP അഡ്രസ്സോ, നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത ടൈമോ, അല്ലെ നമുക്ക് എപ്പോഴാണ് റിക്വസ്റ്റ് കിട്ടി നമ്മൾ കയറിയെന്നുള്ളതോ, ഏതൊക്കെ വെബ് പേജുകളിൽ മൂവ് ചെയ്തെന്നുള്ളതോ എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അത് ഇങ്ങനെ ഇൻഫോർമേഷൻ നമുക്ക് ബിസിനസിനെ സംബന്ധിച്ച് വാല്യുബിൾ ഇൻഫോർമേഷനാണ്. ബിസിനസിനെ സംബന്ധിച്ച് വാല്യുബിൾ ഇൻഫോർമേഷൻ. അപ്പൊ ഡേറ്റ മൈനിങ് ഉണ്ട്, ടെക്സ്റ്റ് മൈനിങ് ഉണ്ട്, അതുപോലെ വെബ് മൈനിങ് ഉണ്ട്. അപ്പൊ അതാണ് നമുക്ക് ലാസ്റ്റത്തെ ചാപ്റ്ററിൽ ഈ ഒരു വെബ് മൈനിങ്ങിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ടോപ്പിക് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് പഠിപ്പിച്ച ഒന്നുകൂടെ പറയാം, എങ്ങനെയൊക്കെ അതിനെ എക്സ്ട്രാക്ട് ചെയ്തു, NLP നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ് ചെയ്തു, ഡേറ്റ മൈൻ ചെയ്തു, ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യുന്ന പ്രോസസ്സിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ഡയമെൻഷനാലിറ്റി, ഇൻട്രൊഡക്ഷൻ ഓഫ് ടെക്സ്റ്റ് ഡയമെൻഷനാലിറ്റി കുറയ്ക്കുക, സിന്റാക്സ്, സെമാൻറ്റിക്സ് ഒക്കെ നോക്കി ഒരു സെന്റൻസിനെ അർത്ഥം തെറ്റാത്ത രീതിയിൽ ആക്കിയെടുക്കുക. എന്നിട്ട് ആ ടെക്സ്റ്റ് നമ്മൾ വെക്ടർ ആക്കുക. വെക്ടർ ആക്കുന്ന പറഞ്ഞാൽ ബാഗ് ഓഫ് വേർഡ്സും വെക്ടർ സ്പേസും കൊടുത്ത് വെക്ടർ ഗ്രാഫിക്സിലോട്ട് മൂവ് ചെയ്ത് കൊണ്ടുവരുന്നത്, സീറോസും വൺസും ഇട്ട് സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ പറഞ്ഞിരിക്കുന്നത് ടെക്സ്റ്റ് മൈനിങ്ങും വെബ് മൈനിങ്ങും. അത്രയും കൊണ്ട് നമ്മുടെ ടോപ്പിക്ക് കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് സെക്കൻഡ് സെമസ്റ്ററിലെ ടോപ്പിക് അല്ലായിരുന്നോ? ഡേറ്റ വെയർഹൗസ് ആൻഡ് ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത് സെക്കൻഡ് സെമ്മിലെ 12 ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോ ടോപ്പിക്കും കവർ ചെയ്ത് പോയപ്പോൾ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് കൂടെ ഞാൻ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടെ എല്ലാം നോക്കി മനസ്സിലാക്കി പഠിച്ചോളൂ. ഇപ്പം ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.